ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെ പ്രത്യേകിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പുതിയതായിട്ട് ഒത്തിരി പേരുണ്ട്. ജെയിംസ് സാറുണ്ട്, അതുപോലെ തന്നെ ആൻ്റണി സാറുണ്ട്, ജ്യോതികുമാർ സാർ, അനിൽകുമാർ സാർ, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ഷീല മാഡം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആയിട്ട് ചിന്തിക്കാനുള്ളത്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നമ്മൾ സാധാരണ കേസിൽ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അത്രമാത്രം ചെക്ക് ചെയ്യാറില്ല, ടെസ്റ്റ് ചെയ്യാറില്ല. പൊതുവേ അങ്ങനെ ഒരു സ്കീമാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നൊരു തോന്നലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളുടെ യഥാർത്ഥത്തിലുള്ള പാഷൻ എന്താണെന്ന് അറിയാനോ, അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള എബിലിറ്റി എന്താണെന്ന് അറിയാൻ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. അത് സാധാരണ ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ ഫിംഗർ പ്രിന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത് അതിനെ സോഫ്റ്റ്വെയറിലൂടെ കടത്തിവിട്ട് നമ്മളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, നമ്മളുടെ എബിലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന മെത്തേഡാണ്. ഇങ്ങനെയല്ലാതെ സൈക്കോമെട്രിക് ടൂൾ ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. സൈക്കോമെട്രിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ, അതുപോലെ ഡയഗ്രമാറ്റിക്, ലോജിക്കൽ, ക്രിട്ടിക്കൽ തിങ്കിങ്, സിറ്റുവേഷണൽ, മെക്കാനിക്കൽ റീസണിങ്, എറർ ചെക്കിങ്, സ്പാഷ്യൽ വെർബ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ക്വസ്റ്റ്യനെയർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അല്ലാതെ സ്വല്പം കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് DMIT എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. ഡെമറ്റോഗ്ലൈഫിക് ടെസ്റ്റിംഗ് ആണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റിംഗ് എന്നാണ് സാധാരണ അതിന് പറയുന്നത്. നമ്മളുടെ കാലത്ത് നമ്മുടെ കുട്ടികളിൽ ഒന്നും അത് ടെസ്റ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ടെസ്റ്റ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് എന്താണ് ആ പാറ്റേൺ എന്ന് മനസ്സിലാക്കാം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാഷൻ എന്താണെന്നും നമ്മുടെ ഏത് ഫീൽഡിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു പരിധിവരെ ഒരു പ്രായം കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊരു താല്പര്യക്കുറവോ ഒരു സാഹചര്യക്കുറവോ ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. കൂടുതൽ നമ്മളുടെ പാഷനിലേക്ക് നമുക്ക് തിരിച്ചുവിടാൻ സാധിക്കും എന്നുള്ള ഒരു മെത്തേഡാണ് സാധാരണ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നില്ല. വരുന്നുള്ളൂ സാർ, വരുന്നുള്ളൂ. ഒരു സെക്കൻഡ്. ഇപ്പൊ കാണാമോ? സ്ക്രീനായോ? ഇല്ല. വന്നു. ഓക്കെ. ഇപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഇൻ്റലിജൻസ് എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയാൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലേക്ക് പോകാൻ നമുക്ക് എളുപ്പമാണ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സാധാരണ രണ്ടല്ല അതിൽ തരത്തിൽ പറയുന്നുണ്ട്. EQ എന്നും IQ എന്നും നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. EQ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ്. ഇറ്റ്സ് എ മെഷർ ഓഫ് പേഴ്സണൽ റിലേറ്റീവ് ഇൻ്റലിജൻസ്. സാധാരണ നമ്മുടെ IQ എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒത്തിരി സംവിധാനങ്ങളുണ്ട്. നെറ്റിൽ ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഏകദേശം ഈ IQ എന്താണെന്ന് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അത് പേഴ്സണൽ റിലേറ്റീവ് ഇൻ്റലിജൻസിനാണ് നമ്മൾ IQ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു തലമാണ് EQ, ദാറ്റ് ഈസ് ഇമോഷണൽ ക്വോഷ്യന്റ്. It is ability to identify and manage your emotions. ഇമോഷണൽ സ്റ്റെബിലിറ്റി എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എത്രമാത്രം ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കാം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മറ്റൊരു ക്വോഷ്യന്റ് ആണ് EQ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരം ക്വോഷ്യന്റ് ആണ് നമ്മൾക്ക് ശ്രദ്ധിക്കുന്നത്. ഇതല്ലാതെ വളരെ ലേറ്റർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കീകൾ സ്പിരിച്വൽ ക്വോഷ്യന്റ് ഉണ്ട്,
അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് അഡാപ്റ്റബിലിറ്റി ക്വസ്റ്റ്യൻ, AQ എന്ന് പറയുന്നത്. ഇത് നമുക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എത്രമാത്രം ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന മറ്റൊരു തലമാണ് AQ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ കൊറോണയുടെ ആ ഒരു ഇഫക്റ്റിൽ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ കൊറോണയുടെ ഇഫക്റ്റിൽ നിൽക്കുന്ന സമയത്ത് എത്രമാത്രം ചേഞ്ച് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആ ദൈനംദിനമായ സാഹചര്യങ്ങളെല്ലാം മാറി, നമ്മുടെ സിറ്റുവേഷൻസ് മാറി. ആ മാറിയ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലമാണ് അഡാപ്റ്റബിലിറ്റി കോഫിഷ്യന്റ് എന്നുള്ളത്. അപ്പൊ ഈ 3 തരം കോഷ്യന്റ്, പിന്നെ സ്പിരിച്വൽ കോഷ്യന്റ് ഉണ്ട്, പിന്നെ നമ്മൾ പറയും ക്രിയേറ്റിവിറ്റി കോഷ്യന്റ് ഉണ്ട്, അതുപോലെ മറ്റൊരു കോഷ്യന്റ് എന്ന് പറയുന്നത് അഡ്വേഴ്സിറ്റി കോഷ്യന്റ് പറയും. ഇങ്ങനെ പലതരത്തിൽ ആധുനിക ശാസ്ത്രം വളരെ കൃത്യമായിട്ട് കോഷ്യന്റുകളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഏറ്റവും മിനിമം 2 കോഷ്യൻസ് ഉണ്ട്, EQ ആൻഡ് IQ. ഒന്ന് ഇമോഷണലും ഒന്ന് ഇന്റലിജൻസ് കോഷ്യന്റ്. ഇനി എന്താണ് IQ എന്ന് വെച്ചാൽ, IQ ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ IQന് ഒരു മെഷർ നമ്മൾ പറയാറുണ്ട്. അതിൽ പറയുന്നത് മെന്റൽ ഏജ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രോണോളജിക്കൽ ഏജ് എന്താണ് എന്ന്. ക്രോണോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നമ്മൾ ജീവിച്ച വർഷമാണ്. 3 തരം ഏജിനെ കുറിച്ചാണ് പറയുന്നത്: ക്രോണോളജിക്കൽ ഏജ്, ബയോളജിക്കൽ ഏജ്, മെന്റൽ ഏജ്. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ എത്ര വർഷം നമ്മൾ ജീവിച്ചു. ബയോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ. വയസ്സ് മാത്രമല്ല, ബോഡിയുടെ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്രായമുണ്ടെങ്കിലും വളരെ സ്ട്രോങ്ങും വളരെ പോസിറ്റീവായിട്ടും നല്ല മെൻ്റലി സ്ട്രോങ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ ബയോളജിക്കൽ ഏജ്. പിന്നെ വരുന്നത് മെൻ്റൽ ഏജ്. മെൻ്റൽ ഏജ് എന്ന് വെച്ചാൽ ഹൗ ഓൾഡ് യുവർ ബ്രെയിൻ ഫീൽസ്. നമ്മുടെ ബ്രെയിൻ എത്രമാത്രം പോസിറ്റീവാണ്, എത്രമാത്രം ഡൈനാമിക് ആണ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന. അപ്പോൾ IQ എന്ന് വെച്ചാൽ മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഒരു പെർസെൻറ്റേജിലാണ് പറയുന്നത്. സാധാരണ കേസിൽ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 100 ആണ്. ആൽഫ്രഡ് ബിനെറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ IQനെ മെഷർ ചെയ്യുന്നത്. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഇന്റലിജൻസ് IQ അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത് ബിനെറ്റ് സൈമൺ സ്കെയിൽ എന്ന പേരിലാണ് അറിയുന്നത്. ഇന്ത്യയിൽ ഈ സ്റ്റഡി നടത്തിയത് ഡോക്ടർ CH റൈസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഹിന്ദുസ്ഥാനി ബിനെറ്റ് പെർഫോമൻസ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് IQ മെഷർ ചെയ്യുന്നത്. ഇനി ഇന്റലിജൻസ് ടെസ്റ്റ് ആദ്യമായിട്ട് കണ്ടെത്തിയത് തോണ്ടിയാക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. CAVD ഇന്റലിജൻസ് ടെസ്റ്റ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. സെന്റൻസ് കംപ്ലീഷൻ, അരിത്തമെറ്റിക് പ്രോബ്ലംസ്, വൊക്കാബുലറി, ഫോളോയിങ് ഡയറക്ഷൻസ്. ഡയറക്ഷനെ ഫോളോ ചെയ്യുക, വൊക്കാബുലറി, അരിത്തമെറ്റിക് പ്രോബ്ലം, സെന്റൻസ്. ഇത് കണ്ടുപിടിച്ച ആര്? തോണ്ടേക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്റലിജൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഈ തോണ്ടേക്ക് എന്ന് പറയുന്ന ഈ വേർഡ് ഓർത്തിരിക്കാൻ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരു എളുപ്പമാർഗം പറയാമോ ആർക്കെങ്കിലും? തോണ്ടേക്ക് എന്ന് പറയുന്ന തോണ്ടേക്ക് CAVD ഇതാണ് ഇന്റലിജൻസ് ടെസ്റ്റിന്റെ പേര്. അപ്പോൾ നമ്മളുടെ നോർമൽ ബുദ്ധി ഉപയോഗിച്ച്, ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇത് ഓർത്തിരിക്കാൻ എളുപ്പത്തിലുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എളുപ്പ വഴി ഒന്ന് പറയാമോ? കോവിഡ് തൊണ്ടയിലൂടെയാണ് വരുന്നതെന്നുള്ളത് വേണമെങ്കിൽ എക്സാക്ട്ലി അത് തന്നെ. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപാട് തൊണ്ടയിലൂടെയാണ്, തൊണ്ടയിലൂടെയാണ് നമ്മുടെ കോവിഡ്. അപ്പോൾ കോവിഡ് തൊണ്ടയിലൂടെ എന്നുള്ള ആ ഒരു ചിന്തയിൽ കൂടെ പോയാൽ ഈ പേര് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലമായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ മോഡേൺ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വളരെ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ്. ഇനി IQ റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വിദേശത്തെ രാജ്യത്തിൽ കുട്ടികളുണ്ടെങ്കിൽ, നമ്മുടെ പേരക്കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയും. IQനെ കുറിച്ച് ചോദിച്ചാൽ അവർ ചോദിക്കും ഗിഫ്റ്റഡ് അറിയുന്ന പരിപാടിയാണോ എന്ന് ചോദിക്കും. ഗിഫ്റ്റഡ് എന്ന് പറയുന്ന ആ നേച്ചർ അറിയാനുള്ള ടെസ്റ്റ് ആണോ എന്ന് ചോദിക്കും. അവർ IQ എന്നുള്ളതിനെ ഗിഫ്റ്റഡ് പവർ അറിയുന്നത്. അപ്പം 45 to 160 വെരി ഗിഫ്റ്റഡ് ഓർ ഹൈലി അഡ്വാൻസ്ഡ്. ഇപ്പോൾ നമ്മൾ ബിൽ ഗേറ്റ്സിനെ കുറിച്ച് ചിന്തിച്ചാലോ എഡിസനെ കുറിച്ച് ചിന്തിച്ചാലോ ഒക്കെ ഏകദേശം 160 മുകളിലാണ്. ആവറേജ് 160 ആണ് അവരുടെ ഗിഫ്റ്റഡ് IQ എന്ന് പറയുന്നത്. നോർമൽ
ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ 130 to 45 ആണ്, 130 to സുപ്പീരിയർ ആണ്, 110 to 190 ഹൈ ആവറേജ് ആണ്, 90 to 100 എന്ന് വെച്ചാൽ ആവറേജ് 100 എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് IQ ആണ്. അതുപോലെ തന്നെ ലോവർ റെവറേജ്, ബോർഡർ ലൈന്, അതുപോലെ തന്നെ മിഡിലി ഇമ്പയർഡ്, ഡിലേഡ്, മോഡറേറ്റ് ഇമ്പയർഡ്, ഇങ്ങനെ പറയാം. സാധാരണ നമ്മൾ ഈ താഴെ കാണുന്ന രീതിയിലുള്ള പല ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് IQ. ഇത് നമ്മൾ പറഞ്ഞാൽ ടെസ്റ്റ് ഓഫ് റീസണിംഗ് എന്നൊക്കെ പറയും. നമ്മൾ ക്യാറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതുമ്പോഴോ MBAയുടെ എക്സാമിനേഷൻ എഴുതുമ്പോൾ ബാങ്ക് ടെസ്റ്റ് എഴുതുമ്പോഴോ ഒക്കെ ഇതുപോലത്തെ ഒത്തിരി പാറ്റേൺസിലൂടെയാണ് നമ്മളുടെ ബുദ്ധിശക്തി അവർ അളക്കുന്നത്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലോജിക്കൽ റീസണിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഇതുപോലത്തെ ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇൻ്റലിജൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമ്മുടെ നോർമൽ ഇൻ്റലിജൻസിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 ഫാക്ടേഴ്സാണ് സാധാരണ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഹെറിറ്റബിലിറ്റി അല്ലെങ്കിൽ ഹെറിഡിറ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ്. അത് ഇങ്ങനെ ഒരു സ്റ്റഡി തന്നെയുണ്ട്. 20% ഇൻ ഇൻഫാൻസി, 40% ഇൻ അഡോളസൻസ് ആൻഡ് 60% ഇൻ അഡൾട്ട്ഹുഡ്. പ്രായം കൂടുന്തോറും ഈ ഹെറിറ്റബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ഫാക്ടർ ഇൻക്രീസ് ചെയ്ത് വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏജ് 60 ഏജ് അഡൾട്ട്ഹുഡ്, പിന്നെ ഓൾമോസ്റ്റ് അത് സ്റ്റേബിളായിട്ട് നിൽക്കും. പിന്നെ ഒരു 60 ആഫ്റ്റർ 80 ഏതാണ്ട് 60 ആയിട്ട് തന്നെ ഫിക്സ് ചെയ്ത് പോകും. ഇതൊരു ഫാക്ടറാണ്. പിന്നെ ഉള്ളത് എൻവിറോൺമെൻറ്റൽ ഫാക്ടറാണ്. സച്ച് ആസ് പ്ലേസ് ഓഫ് റെസിഡൻസ്, ഫിസിക്കൽ എക്സസൈസ്, ഫാമിലി ഇൻകം, പേരൻസ് ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം IQമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന ഒരു കോട്ടാണ്, ദ മെഷർ ഓഫ് ഇൻ്റലിജൻസ് ഈസ് എബിലിറ്റി ടു ചേഞ്ച്. അപ്പോൾ നമ്മളിൽ IQവിൻ്റെ ആ ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ IQവിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചേഞ്ച് എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് ഓർത്താണ്. അപ്പോൾ ചേഞ്ച് വരണം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ്സിലൂടെ ഒരു ചേഞ്ച് ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, തിരിച്ചറിവുണ്ടായാൽ, സെൽഫ് അവയർനെസ് ആണ് സ്വയം ഒരു അവബോധം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇൻ്റലിജൻസിൻ്റെ ഒരു മെഷറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ പീപ്പിൾ ഹു ആർ മോർ ഇമോഷണലി ഇൻ്റലിജൻറ്റ് ടിപ്പിക്കലി ഹാവ് എ ഹയർ ലെവൽ ഓഫ് സെൽഫ് അവയർനെസ്. അപ്പോൾ സെൽഫ് അവയർനെസ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ചിനുള്ള സാധ്യതയാണ്. ഒരു ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ തന്നെ ഒരു സ്വയബോധം ഉണ്ടാകും. ഈ സ്വയബോധത്തിലൂടെ നമുക്ക് ചേഞ്ചിലേക്ക് വരാം, അല്ലെങ്കിൽ ആ ചേഞ്ച് വളരെ പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒത്തിരിയും സൈക്കോളജിക്കൽ ടൂൾസ് ഉണ്ട്. NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞ് വളരെ ആധുനികമായ നിലയിലുള്ള ബ്രെയിനിൻ്റെ ചേഞ്ചസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അതിന് നമ്മൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാംസ് എന്ന് പറയും, NLP. പിന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ്, ഇനിയൊക്കെ ഒത്തിരി ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം സെൽഫ് അവയർനെസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. ഒരുപക്ഷെ നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവയർനെസ്സിൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യും. ആ അവയർനെസ് ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചേഞ്ച് ഉണ്ടാകും. ഇങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള ടോക്കുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് കമ്പനി അതുപോലുള്ള പ്രോസസ്സുകൾ അല്ലാതെ ചെയ്യുന്ന ടോക്കുകൾ കേട്ടാൽ തന്നെ നമ്മളിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. ആ ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഈ ലെവൽ ഇമ്പ്രൂവ് ചെയ്താൽ നാച്ചുറലി നമ്മളെല്ലാവരും ഒരു ബെറ്റർ പൊസിഷനിലേക്ക് വരും. പിന്നെ എങ്ങനെയാണ് നമ്മൾ IQ നോർമലി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്? IQ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം? അതിന് സാധാരണ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ബ്രെയിൻ ട്രെയിനിങ് ആക്ടിവിറ്റീസ് ആണ്, ഓർ വി കോൾഡ് ആസ് ബ്രെയിൻ ജിം. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും പാറ്റേൺ പോലെ ചേഞ്ച് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡിലുള്ള ഒരു മൂവ്മെൻറ്റ് അതേ അടുത്ത സെക്കൻഡിൽ റൈറ്റ് ഹാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്കറിയാം ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും രണ്ട് പാർട്ടുണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ലിംസ് ആണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ റൈറ്റും ലെഫ്റ്റും ലിംസുകൾ ഒരേ പാറ്റേണിൽ പക്ഷേ ഡിഫറെൻറ്റ് ടൈമിൽ ചേഞ്ച് ചെയ്യുക. ലെഫ്റ്റ് പാറ്റേൺ ചെയ്യുന്നത് റൈറ്റ് പാറ്റേണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, റൈറ്റ് പാറ്റേൺ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ലിംബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ നമുക്ക് ബ്രെയിൻ ജിം എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ നെറ്റുകളിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അത് സെർച്ച് ചെയ്താൽ കാണാം, ഒത്തിരി ആക്ടിവിറ്റീസ്. പക്ഷേ ഭയങ്കര കോൺസെൻട്രേഷൻ വേണത്. നമ്മൾ ഒരു കൈ മുകളിലേക്ക് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യും, ഒരു കൈ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുകയും ചെയ്ത് നോക്കിയാൽ അറിയാം. പോസിബിളി ഇറ്റ് ഈസ് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ഒരേ കൈ ഒരേ സൈഡിൽ റൊട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരേ സൈഡിലെ മൂവ്മെൻറ്റ്സിലാണ് നമ്മളുടെ ഒരു ബ്രെയിനിൻ്റെ പാറ്റേൺ. അതിൽ നിന്ന് വ്യത്യസ്തമായി
വലത്ത് കൈ മുകളിൽ നിന്ന് താഴോട്ടും ലെഫ്റ്റ് കൈ ഇടത്തു നിന്ന് വലത്തോട്ടും ട്രാവൽ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ, ഈ മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള എക്സസൈസിനാണ് സാധാരണ ബ്രെയിൻ ജിം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. രണ്ടാമത് കീപ് ലേണിംഗ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. വിഷ്വൽ സ്പാഷ്യൽ റീസണിങ്, അറ്റൈൻ ഹയർ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, എക്കണോമൈസ് യുവർ ബ്രെയിൻ യൂസ്, റിപ്പീറ്റ് വാട്ട് യു വാണ്ട് ടു നോ. അപ്പൊ റെപ്പിറ്റേഷൻ, പ്രാക്ടീസിങ്, ലേണിംഗ്, റീസണിങ്, ഇങ്ങനെയുള്ള പ്രൊസീജിയർ, എഡ്യൂക്കേറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം പുതിയ സിസ്റ്റം അനുസരിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. ബ്രെയിൻ്റെ ആക്ടിവിറ്റി, ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിയിലധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കുമ്പോൾ നാച്ചുറലായിട്ടും നമുക്ക് സ്കില്ല് കൂടിക്കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം പഠിപ്പിക്കുമ്പം ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ അലേർട്ടാകും. അങ്ങനെ അലേർട്ടാകുമ്പോൾ പഠിക്കാൻ തോന്നും, കൂടുതൽ പഠിക്കും. അങ്ങനെ 90% ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്, അതായത് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഏകദേശം 90%. അപ്പോൾ അതനുസരിച്ച് 50 മുതൽ 90 വരെയുള്ള പല ഗ്രേഡിങ് നമുക്ക് ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ ലേണിങ്ങിൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് ഇതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് അവയർനെസ്. അപ്പോൾ സെൽഫ് അവയർനെസ്സിലേക്ക് നമ്മൾ നീക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഏറ്റവും എളുപ്പമായ മാർഗമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ എനിക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പറയുമ്പോൾ എനിക്ക് പ്രസംഗിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് പോയി പ്രസംഗിക്കാൻ പറ്റും. അങ്ങനെ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. അപ്പോൾ ഒന്ന്, ബ്രെയിൻ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, ട്രെയിനിങ് യുവർ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പ്രാക്ടീസ് ചെയ്യുക. ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും 2 ആക്ടിവിറ്റീസ് ഒരേ സമയത്ത് ചെയ്യാം. നമുക്ക് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ ഒത്തിരി ചെയ്യാറുണ്ട്. പക്ഷെ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടല്ല ചെയ്യുന്നത്, അത് ബ്രെയിൻ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഫിസിക്കലായിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പാറ്റേണിൽ ചെയ്യാൻ പറ്റുന്ന അതിനാണ് നമ്മൾ കൂടുതൽ ബ്രെയിൻ ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലേണിംഗ്, റീസണിങ്, എക്സ്പീരിയൻസിങ്, അതുപോലെ റിപ്പീറ്റിംഗ്, എക്കണോമൈസിങ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മൾ കടന്നു പോവുക. പിന്നെ വരുന്നത് സെൽഫ് അവയർ. ഇങ്ങനെ 3 തലങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ IQനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് വൈ ഈസ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് പ്രധാനപ്പെട്ട ഏരിയകൾ, ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ കുറേ റീസൺസ് പറയുന്നത്, ഒന്ന് നമ്മുടെ തിങ്കിങ് എബിലിറ്റി ടു ലേൺ. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്. അതിന് നമ്മൾ ന്യൂറോ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ന്യൂറോ സയൻസിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ജനിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഗർഭ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള മൈൻഡ് പവർ എന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ അനാലിസിസിനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ അഡൽട്ട്, നമ്മൾ 3 രീതിയിലാണ് ട്രാൻസാക്ഷൻ അനാലിസിസിനെ കൂടെ മൈൻഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഒരു അഡൽട്ട് സ്റ്റേറ്റ്. 2, ഒരു പേരൻറ് സ്റ്റേറ്റ്. 3ാമത്തത് എന്ന് പറയുന്നത് ചൈൽഡ് സ്റ്റേറ്റ്. ഇതിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്കുള്ളത് അഡൽട്ട് സ്റ്റേറ്റ് മാത്രമാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ന്യൂറോട്ടിക് അവസ്ഥയിലാണ്. ഈ ന്യൂറോട്ടിക് അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സത്യത്തിൽ അതിൻ്റെ ആ ട്രാൻസ്ഫർ അതിൽ നിന്ന് പേരൻറ്റിലേക്കോ അഡൽട്ടിലേക്കോ അല്ലെങ്കിൽ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തോട്ട്സിലോ അല്ലെങ്കിൽ ഫീലിങ്സിലോ ബിഹേവിയറിലോ ഉണ്ടാകുന്ന ചേഞ്ചസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് സാർ നമ്മൾ പറയുന്ന A0, B0, C0 എന്ന് പറയുന്ന പ്രൈമറി ലെവൽസ് എന്നാണ് പറയുന്നത്. ഈ ലെവലിൽ നിന്ന് നമ്മൾ കുട്ടി പുറത്ത് വന്നു കഴിയുമ്പോൾ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടം എക്സ്പീരിയൻഷ്യൽ തലമാണ്. നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എക്സ്പീരിയൻസ് കൊണ്ട് പല കാര്യങ്ങൾ, കൊച്ചുകുട്ടികൾ അവർക്ക് വേണ്ട ബേസിക് നെസസിറ്റീസ് തിരിച്ചറിയുന്നത് എക്സ്പീരിയൻഷ്യൽ തലത്തിലാണ്. ഈ എക്സ്പീരിയൻഷ്യൽ തലത്തിൽ നമ്മൾ 3 വയസ്സ് വരെ യാത്ര തുടരും കുട്ടികൾ. അതിനുശേഷം തിങ്കിങ് എന്ന് പറയുന്ന ആ തലത്തിലേക്ക് മാറും. തിങ്കിങ് ബ്രെയിൻ ഡെവലപ്പ് ആകും. എന്നിട്ട് തിങ്കിങ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് കോഗ്നിറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ തിങ്കിങ്ങുമായിട്ട് ബേസ്. അപ്പോൾ 3 വയസ്സിന് ശേഷം തിങ്കിങ് ബ്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ
ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മളുടെ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3. അപ്പോൾ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ടു ലേൺ. അപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ള കോഗ്നിറ്റീവ്, ദാറ്റ് ഈസ് തിങ്കിങ്. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നുണ്ട്, നമുക്ക് കുട്ടിക്കാലത്ത് കൃത്യമായിട്ട് 2 തരം രോഗങ്ങളാണ്, രോഗലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ന്യൂറോട്ടിക്കാണ്. ന്യൂറോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക്കൽ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പിന്നെ വരുന്നത് സൈക്കോസിസ് ആണ്. സൈക്കോസിസ് എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് എബിലിറ്റി, തിങ്കിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 2 തലത്തിലാണ് മിക്കവാറും രോഗങ്ങൾ എത്തിക്കുന്നത്. ന്യൂറോട്ടിക്, ന്യൂറോസിസ് എന്നും സൈക്കോസിസ്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ തിങ്കിങ് എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നോക്കിയറിയാം, മൃഗങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ പൊതുവെ നമ്മൾ അങ്ങനെ മൃഗങ്ങൾ ഭ്രാന്ത് പിടിച്ച് കണ്ടിട്ടില്ല. പട്ടിക്കൊക്കെ പേ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഭ്രാന്ത് പിടിക്കുക. പക്ഷെ മനുഷ്യർക്ക് എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്, പലരും സംസാരിച്ച് കേൾക്കാറുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിച്ചു, എനിക്ക് ബുദ്ധിമുട്ടായി, എനിക്ക് ഭ്രാന്തായി, ഞാനിപ്പോൾ ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണെന്നൊക്കെ പറയും. അതിൻ്റെ കാരണം ഇതാണ്, ഒരു തിങ്കിങ് എബിലിറ്റി എപ്പോഴൊക്കെ ഉണ്ടാകുന്നു, അതിനുശേഷം തിങ്കിങ് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ ഈ കോഗ്നിറ്റീവ് ലേണിങ്ങിന് ഡിസേബിലിറ്റീസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇൻ്റലിജൻസിലൂടെ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ടു ലേൺ, ഫോം കോൺസെപ്റ്റ്സ്, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ ലോജിക്, capacities to recognize patterns, plans, innovative, solve problems, make decisions, retention information and use languages to communicate. ഇങ്ങനെ പല തലത്തിലാണ് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ്. കേവലം ഒരു IQ കൊണ്ടോ ഒരു EQ കൊണ്ടോ മാത്രം നമ്മളുടെ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് കൃത്യമായിട്ട് ഗാർഡനർ സൂചിപ്പിക്കുന്നത്. അദ്ദേഹമാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് നമ്മൾ ചോദിച്ചാൽ, ഓരോ സ്റ്റേറ്റ് കഴിയുമ്പോഴും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ലെവല് കൂടി വരുന്നത്. 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് 9ഉം 10ഉം തരത്തിലുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് ഹാർവാർഡ് ഗാർഡനർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയാണ്. അതനുസരിച്ച് ഏറ്റവും അവസാനം 2 തരത്തിലുള്ള ഇൻ്റലിജൻസ് കൂടെ അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, രണ്ടാമത് പെഡഗോഗിക്കൽ ഇൻ്റലിജൻസ്, ദാറ്റ്സ് ടീച്ചിങ് ഇൻ്റലിജൻസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ലേണിംഗ് സ്കില്ലിനാണ്. എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ള ആ ലേണിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻ്റലിജൻസ് ആയിട്ടാണ് പെഡഗോഗിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. ഇപ്പോൾ 11, 12 ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ന്യൂറോ സയൻസിൻ്റെ ആ കൂടുതൽ പവർ അനുസരിച്ച് സത്യത്തിൽ ബ്രെയിനിൻ്റെ പവർ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. MRI പോലുള്ള അതിവിദഗ്ധമായ ബ്രെയിൻ മാപ്പിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് നമുക്ക് തിരിക്കാം. ഏതൊക്കെ ലെവലിലാണ് റീഡിങ് അല്ലെങ്കിൽ ലേണിംഗ് നടക്കുന്നതെന്ന് പറയാം. റീഡിങ്, റൈറ്റിംഗ് എല്ലാം സെപ്പറേറ്റ് തലങ്ങളിലാണ്, ഓരോ ഫ്രണ്ടൽ ലോബ്സിലാണ് നടക്കുന്നത്, ഓരോ പ്രത്യേക ലോബിലാണ് നടക്കുന്നത് നമുക്കറിയാം. അതനുസരിച്ച് ഈ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരും. അങ്ങനെ 8 തരം ഇൻ്റലിജൻസിനെ കുറിച്ചാണ് നമ്മൾ ജനറലി, നമ്മളൊരു നെറ്റിലടിച്ച് നോക്കിയാൽ നമുക്ക് കാണുന്നത് 8 തരം ഇൻ്റലിജൻസിൻ്റെ ചിത്രങ്ങളായിരിക്കും. ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, ലിംഗ്വിസ്റ്റിക്, സ്പാഷ്യൽ, മ്യൂസിക്കൽ, ബോഡിലി, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്. ഇങ്ങനെ 8 തരം ഇൻ്റലിജൻസിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 9ഉം 10ഉം 2 തരം കൂടെ, ഇറ്റ്സ് കോൾഡ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പെഡഗോഗിക്കൽ ഇൻ്റലിജൻസ്. പെഡഗോഗിക്കൽ എന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ലേണിംഗ്, ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗങ്ങളാണ്. ഇതിനെ നമുക്കൊന്ന് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് നോക്കാം. റിവേഴ്സ് ഓർഡറിൽ എന്ന് വെച്ചാൽ ഇദ്ദേഹമാണ് ഹാർവാർഡ് ഗാർഡനർ. ഒരുപക്ഷെ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാർവാർഡ് ഗാർഡനറിൻ്റെ കറക്റ്റ് ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു സ്പീച്ച് ഏകദേശം 50 മിനിറ്റുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്നതായിട്ട് കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം അവസാനമായിട്ട് പറയുന്ന 2 ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പെഡഗോഗിക്കൽ ഇൻ്റലിജൻസ്. ഇനി എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു പേരൻറ്റിങ് മിസ്റ്റേക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. വാട്ട് ഈസ് എ സീരിയസ് പേരൻറ്റിങ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഒരു പേരൻറ്റിങ് മിസ്റ്റേക്ക് എന്തായിരിക്കും? ഒരു ഐഡിയ പറയാമോ? പേരൻറ്റിങ് മിസ്റ്റേക്സ് ഒത്തിരി ടൈപ്പ് ഉണ്ട്.
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കുട്ടികളായിട്ട് വളരാനായിട്ട് പ്രേരിപ്പിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെ നമ്മുടെ ഇഷ്ടതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ലൈഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കുട്ടികളെ കാണുക. അതല്ലേ സാർ ഉദ്ദേശിച്ചത്? അതെ, നമുക്ക് പറ്റാത്തത് കുട്ടികളെ കൊണ്ട് നേടിയെടുക്കുക. ഓക്കെ, അതൊരു വലിയ ഇഷ്യൂ ആണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളോട് കൂടി നമുക്കൊരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മനഃപൂർവ്വം കുട്ടികളോട് കൂടി ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക. ഇനി നമ്മൾ പറയുന്ന ഈ ഇന്റലിജൻസ് എല്ലാം കുട്ടികളോട് കൂടി എത്രമാത്രം നമ്മൾ ക്വാളിറ്റി ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ, കാരണം നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, കണ്ടുപിടിക്കാം. DMIT ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മൾ കൃത്യമായിട്ട് നടത്തി നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ലെവലിനെ കുറിച്ചാണ് ഈ ഇന്റലിജൻസ് മെഷറുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ടൈപ്പ് ഇത് ഒട്ടും ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ ഏറ്റവും അവസാനമായിട്ട് 9ാമത്തതായിട്ട് നമ്മൾ കണ്ട ഒരു ഇന്റലിജൻസ് ആണ് ഇറ്റ്സ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇത് സ്വല്പം കൂടുതൽ ചിന്തിക്കേണ്ട ഒരു തരമാണ്. ഒരുപക്ഷെ ഭൂമിയെക്കുറിച്ചോ റിലീജിയസ് ആസ്പെക്റ്റിനെ കുറിച്ചോ ബിലീഫ്സിനെ കുറിച്ചോ സ്പിരിച്വൽ കണ്ടന്റിനെ കുറിച്ചോ ഒക്കെ ചിന്തിക്കേണ്ട ഒരു തലമാണ്. ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു തലത്തെക്കുറിച്ചാണ് സാധാരണ നമ്മൾ ഈ ഇന്റലിജൻസിൽ ഓർമ്മിക്കുന്നത്. നമ്മുടെ എക്സിസ്റ്റൻസിന് പ്രശ്നമായി വരുന്ന ഏതൊരു ഇത് നമുക്ക് കൃത്യമായിട്ട് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിനെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു തലത്തിലൂടെ ചിന്തിച്ചാൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് നമുക്കറിയാം, സോക്രട്ടീസ് ചില പ്രധാനപ്പെട്ട കോട്ട്സ് ഉണ്ട്. ട്രൂ നോളജ് എക്സിസ്റ്റ് നോയിങ് ദാറ്റ് യു നോ നത്തിങ്. നമുക്കൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് സോക്രട്ടീസ് പറയുന്നു. അതുപോലെ തന്നെ ബുദ്ധ പറയുന്നുണ്ട്, മൈൻഡ് ഈസ് എ ബ്യൂട്ടിഫുൾ സെർവൻറ്റ് ബട്ട് എ ഡേഞ്ചറസ് മാസ്റ്റർ. ഈ രണ്ട് കോട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് അവയർനെസ് എത്രമാത്രം ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഈ ലോകത്തെക്കുറിച്ചും നമ്മളുടെ ജനനത്തെക്കുറിച്ചും നമ്മുടെ മരണത്തെക്കുറിച്ചും ഒക്കെ നല്ല വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ആൻസർ ആകും. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു ആൻസറിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ചില കോട്ട്സ് ആണ് സോക്രട്ടീസും ബുദ്ധയും അതുപോലെ ഒത്തിരി പേര് പറയുന്നത്. അങ്ങനെ ഹു ആം ഐ, അല്ലെങ്കിൽ വേർ ആർ വി ഹിയർ, വൈ ആർ വി ഹിയർ, ഇങ്ങനെയുള്ള ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും ബിയോണ്ട് ഡെത്തിനെ കുറിച്ചും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചാൽ എന്ത് സംഭവിക്കുന്നു, ആർ യു റെഡി ഫോർ ഡെത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളുടെ ഒരു ഉത്തരമാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തി, ആ വ്യക്തി വിക്ടർ ഫ്രാങ്ക്ലിനാണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. നാസിയുടെ ആ കൂട്ടക്കൊലയിൽ കൃത്യമായിട്ടുള്ള ഇന്റർവെൻഷൻ ഉണ്ടായ വ്യക്തി, ഒരുപക്ഷെ ഫൗണ്ടർ ഓഫ് ലോഗോതെറാപ്പി എന്നറിയുന്ന ഒരു വ്യക്തി, ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഒരു സുപ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞ് ജീവനിലേക്ക് തിരിച്ചു വന്നയാൾ. അദ്ദേഹം ഹിറ്റ്ലറുടെ ക്യാമ്പിൽ താമസിക്കുന്ന സമയത്ത് നിരാശ കൊണ്ട് മരിക്കണമെന്ന് വിചാരിച്ച്, അദ്ദേഹം ഒരു സർജനാണ്, അതേസമയം ഒരു സൈക്കോളജിസ്റ്റുമാണ്. അനേകം പേരെ ആ ക്യാമ്പിലുള്ളവരെ ഒത്തിരി പേരെ ഐഡന്റിഫൈ ചെയ്ത് വളരെ സൈക്കോളജിക്കലി വളരെ ശക്തിയുള്ളവനാണെന്ന് കണ്ട ഒരു വ്യക്തി. പക്ഷെ ഒരു പ്രത്യേക സമയത്തിൽ അദ്ദേഹത്തിനും ഇനി തുടർന്ന് ജീവിക്കണ്ട എന്ന് തോന്നുന്ന ഒരു സമയം, കല്യാണം കഴിച്ച ശേഷം പെട്ടെന്ന് പിരിയേണ്ടി വന്ന ദമ്പതികൾ, അമേരിക്കയിൽ ഒരു ജോലി കിട്ടിയിട്ടും തൻ്റെ മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് പോകണ്ട എന്ന് തീരുമാനിച്ച ഒരു വ്യക്തി, അങ്ങനെ നാസി ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ഡോക്ടറായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു രാത്രി അദ്ദേഹം ഡിസപ്പോയിൻ്റായിട്ട് മരിക്കാൻ ഒരുങ്ങുന്നു. കൈയുടെ ഞരമ്പ് മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞരമ്പ് മുറിക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കണ്ടു മുറിക്കാൻ വേണ്ടി ജനാല തുറക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് മഞ്ഞൊന്നുമില്ലാതെ ഒരു നല്ല വസന്തകാലത്തിൻ്റെ ഒരു
ഒരു സാധ്യതകളാണ്. സാധാരണ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഭാഗത്ത് എല്ലാം കാണാവുന്ന തരത്തിൽ പച്ച നാമ്പുകളുള്ള ഒരു കാഴ്ച, ജീവന്റെ ആ ഒരു പുതിയ തലം, അല്ലെങ്കിൽ തുടർന്ന് ജീവിക്കണമെന്ന് തോന്നുന്ന ഒരു ലൈഫിന്റെ ആ ആഗ്രഹം അവിടെ വരികയാണ്. അങ്ങനെ അദ്ദേഹം മീനിങ് ഇൻ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലേക്ക് എഴുതാൻ തുടങ്ങുകയും കൃത്യമായി ആ ബുക്കിനെ കുറിച്ച് എഴുതുകയും അത് പിൽക്കാലത്ത് ലോഗോതെറാപ്പി എന്ന പേരിൽ കൃത്യമായി അത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി എന്ന് പറയുന്ന മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പൊ ജീവിക്കാൻ സാധ്യതയില്ലാതിരുന്നിട്ടും ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ജീവിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു തലം. അപ്പൊ ആ ഒരു തലം തിരിച്ചറിയുക, അത് നമുക്ക് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ഇതും ഒരു ഇന്റലിജൻസ് ആണ്. ഒരുപക്ഷെ യുദ്ധങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ട് വീണ്ടും എനിക്ക് ജീവിക്കണം എന്ന് തോന്നുന്ന തലത്തിലുള്ള ഒരു എക്സിസ്റ്റൻസ് ഇന്റലിജൻസ്. ആ സമയത്ത് എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ചിന്തിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് അത്രമാത്രം പരിചയം ഉണ്ടാകണമെന്നില്ല, പരിചയപ്പെടേണ്ട ആവശ്യവുമില്ലാത്ത ഒരു തലമാണ്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു തെറാപ്പിയിലൂടെ, എക്സിസ്റ്റൻഷ്യൽ ലോഗോതെറാപ്പിയിലൂടെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നും കൃത്യമായിട്ട് നമ്മൾ ആരാണെന്നും നമുക്കറിയാം മതങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബൈബിൾ എന്ന് നോക്കുകയാണെങ്കിൽ ജോബ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 35 മുതൽ 38, 40 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവം എന്താണെന്നും നീ എന്താണെന്നും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് നമുക്കിവിടെ വായിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെയെല്ലാം എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നീ ആരാണെന്ന് നീക്ക് എങ്ങനെ അറിയാം? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും സോക്രട്ടീസ് പറഞ്ഞത് ട്രൂ നോളജ് എന്ന് പറയുന്നത് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മൈൻഡിനെ പലപ്പോഴും നമ്മൾ ഡേഞ്ചറസ് മാസ്റ്ററായിട്ട് കാണുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ സർവൻ്റായി നിൽക്കേണ്ട മൈൻഡ് പക്ഷെ നമ്മളുടെ മാസ്റ്ററായി മാറുന്ന ഒരവസ്ഥ. ഇതാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇൻസൈറ്റ്ഫുൾനെസ് ആണ്, ഇൻറ്റ്യൂഷൻസ് ആണ്, മേക്ക് കണക്ഷൻ ബിയോണ്ട് ഒബ്വിയസ്, തിരിച്ചറിയാൻ പറ്റാത്ത ചില കണക്ടിവിറ്റികളെ കുറിച്ചാണ്, ആസ്കിങ് ഡീപ്ലി തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്, എ ക്ലിയർ വ്യൂ ഓഫ് ബിഗ് പിക്ചർ. ഒരുപക്ഷെ ഭൂമി എങ്ങനെ ഉണ്ടായി എന്നും ഭൂമി എന്താണെന്ന് നമുക്ക് കൂടുതൽ അറിയാനുള്ള ഒരാഗ്രഹം. ഒരുപക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധ്യതകൾ ഇല്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ത്വര, എബിലിറ്റി ടു ഈസിലി സീ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ്. നമ്മുടെ വ്യൂ പോയിന്റ്സിനെ മാറ്റാൻ, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാനും തിരിച്ചറിയാനും ഒരാളുടെ വ്യൂ പോയിന്റ് ശരിയല്ലെന്ന് നമ്മൾ തന്നെ സ്ഥാപിക്കാനും ഒക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു തലം, എബിലിറ്റി ടു അനലൈസ്, ഈസിലി സമ്മറൈസ് ലോങ് ടെസ്റ്റ് ഓർ ഡിസ്കഷൻസ്. ഇങ്ങനെ ഈ ഇന്റലിജൻസ് ടെസ്റ്റിന് ഒത്തിരി മുഖങ്ങളുണ്ട്. സെക്കൻഡ് പോയിന്റ് ഈസ് കോൾഡ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഇതൊരുപക്ഷെ നമ്മൾക്ക് വളരെ കുറവുള്ളതും എന്നാൽ അത് തീർച്ചയായും വേണമെന്ന് ചിന്തിക്കേണ്ടതുമായ ഒരു തലം. നാച്ചുറലിസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ചെടികളെയും സസ്യങ്ങളെയും ലോകത്തെയും പ്രകൃതിയെയും എല്ലാം കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു തലം. പലപ്പോഴും ക്യാമ്പുകളായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നേച്ചറിനെ അറിയുക, ലോകത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ അറിയുക എന്നൊരു തലം. ലേണിംഗ് വെക്കാബുലറി, എക്സ്പ്ലോറിംഗ് ഔട്ട്ഡോർ ബട്ട് ഇൻ ഇംഗ്ലീഷ്, ഷോപ്പിംഗ് ആൻഡ് അതർ ഫീൽഡ് ട്രിപ്സ്, കളക്ടിംഗ് പ്ലാന്റ്സ് ടു ലേൺ അപ്രോപ്രിയേറ്റ് വൊക്കാബുലറി, field trips to museums and improvements in environment projects. അപ്പോൾ എത്രമാത്രം നേച്ചറുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്, നേച്ചറിനെ കൂടുതൽ അറിയുക. ഒരുപക്ഷെ നമ്മളിന്ന് ചോദിക്കും ഈ സസ്യത്തിൻ്റെ അടിസ്ഥാന നാമം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ അറിയുക, അങ്ങനെ അറിയുന്ന ഒരു നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. പലപ്പോഴും അതുണ്ടാകുന്നത് എങ്ങനെയാണ്? റീഡിങ് ഔട്ട്സൈഡ്, ക്ലൗഡ് വാച്ചിങ്, ഐഡന്റിഫൈയിങ് ഇൻസെക്ട്സ്, building habitats, identifying plants using microscopes, dissecting, nature walk, building a garden. ഇങ്ങനെ പലതരത്തിൽ മേക്കിംഗ് ബേർഡ് ഫീഡേഴ്സ്, ഗോയിങ് ടു ദ സൂ, ഇങ്ങനെ പലതരത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റുമുള്ള നേച്ചറിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള ഒരു നല്ല മാർഗമായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റലിജൻസിലൂടെ നമുക്കറിയാം ഈ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ മുന്നോട്ട് കടന്നു വരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒത്തിരി സമരങ്ങളിൽ ഏർപ്പെടുന്നു. ഇവിടെയൊക്കെ നമ്മൾക്ക് കിട്ടുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്. ഇതെവിടെയാണ് സംഭവിക്കുന്നത്? എല്ലാം കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിലാണ് പറയുന്നത്.
തീർച്ചയായും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഇന്റലിജൻസിൽ കൊടുക്കാനുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ സ്കൂളുകളിൽ ഒരു വലിയ തണൽ മരത്തിന് ചുറ്റും വരുന്ന ക്ലാസ്സുകൾ കേൾക്കുക, ഔട്ട്ഡോർ ക്ലാസ് റൂംസ് സെറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയും ആക്ടിവിറ്റീസ് ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ ആധുനിക ലോകത്തിൽ കോൺക്രീറ്റുകളുടെ ഇടയിലേക്കും അകത്തേക്കും ഒക്കെ കടന്നു പോകുന്ന ഒരു തരത്തിലുള്ള സ്ഥിതിവിശേഷം നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുറവ്. ഇതെൻ്റെ ഒരു പ്രോസസ്സാണ്. എനിക്ക് പ്രകൃതിയിലേക്കൊരു യാത്ര എന്ന് പറയുന്ന ഒരു നേച്ചർ ബ്ലോഗുണ്ട്. ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ സാബു കേരളം എന്ന് പറഞ്ഞ് ഗൂഗിൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ പ്രകൃതിയിലേക്കൊരു യാത്ര, ട്രാവൽ ടുവേഴ്സ് നേച്ചർ എന്ന് പറഞ്ഞൊരു ഇത് കാണും. അധികം യാത്രകളാണ്, ഓരോ സ്ഥലങ്ങളും ആ നേച്ചറിൻ്റെ ബ്യൂട്ടിയും എല്ലാം. ഈ സ്ലൈഡിൽ കാണുന്ന പിക്ചറുകളും എല്ലാം എൻ്റെ യാത്രകളിൽ എടുത്ത പിക്ചറുകൾ തന്നെയാണ് അധികവും. അടുത്ത ഏരിയ എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. വളരെ പോസിറ്റീവായിട്ട് നമുക്കറിയാം മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എത്രമാത്രം ഇഫക്റ്റീവാണ്. ചില പാട്ടുകൾ കേട്ടാൽ എത്ര ശാന്തതയാണ് നമുക്ക്, എത്ര മനോഹരമായി നമുക്ക് ഒരു റിലാക്സേഷനിലേക്ക് കടന്നു പോകാൻ പറ്റും. അപ്പം ഇങ്ങനൊരു തലം അത് കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മളിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് തിരിച്ചറിയുന്ന എ സെൻസിറ്റിവിറ്റി ടു മ്യൂസിക് റിതംസ് ആൻഡ് ടോൺസ്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വളരെ പ്രത്യേകതയുള്ള ഒരു പാട്ട് കേട്ടാൽ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ തോന്നും. നമ്മുടെ മൂഡ് സിങ് ചെയ്യും. പലപ്പോഴും സിനിമകളും ഒക്കെ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന മ്യൂസിക്കുകൾ നമ്മളെ ആ തലത്തിലേക്ക്, ആ ഫീലിങ്ങിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്ന രീതിയാണ്. അപ്പം അത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസിനെ നമ്മൾ തിരിച്ചറിയും. ഇറ്റ്സ് കോൾഡ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. പ്ലേയിങ് സോങ്സ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക, സിംഗിങ് സോങ്സോ റാപ്പ്, ഗ്രൂപ്പ് വൈസോ. എപ്പോഴും ഗ്രൂപ്പ് വൈസ് ആയിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത്. മ്യൂസിക് ഇൻ്റലിജൻസ്, ഹമ്മിങ്, റാപ്പിംഗ്, പാറ്റേൺസ്, ഫോംസ്, പ്ലേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളോടുകൂടി തീർച്ചയായും ഇതെല്ലാം നമ്മൾ പറയുന്നത് ഈ ഒരു ആക്ടിവിറ്റി ടൈം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഒരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൈം കുട്ടികളുമായിട്ട് ചേർന്ന് വരുമ്പോൾ, ഒരു ക്വാളിറ്റി ടൈം അവരുമായിട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില പാറ്റേൺസ് ആണ് ഇതെല്ലാം. നമ്മൾ തന്നെയാണ് അതിൻ്റെ ടെസ്റ്റർ. ഒരു കുട്ടിയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ അവരുടെ ക്വാളിറ്റി ടൈമിൽ ഇങ്ങനെയുള്ള സാധ്യതകളിലൂടെ നമുക്ക് കടത്തിവിടാം. അങ്ങനെ നമുക്ക് മ്യൂസിക്കിൻ്റെ ആ തലങ്ങൾ ഒരുപക്ഷെ വളരെ എക്സ്പേർട്ടാകാം, ചിലപ്പോൾ പാറ്റേൺ ആകാം, ചിലപ്പോൾ ക്യാരക്ടറിൽ ചേഞ്ച് വരാം. ഇതെല്ലാം ഇവിടെ സംഭവിക്കാം. മ്യൂസീഷ്യനായിട്ടോ ഡിസ്ക് ജോക്കിയായിട്ടോ സിംഗറായിട്ടോ കമ്പോസറായിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇപ്പോഴുള്ള ആ ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് മാറ്റാൻ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ഇൻ്റലിജൻസിൻ്റെ പാട്ടാണ്. മറ്റൊരു പാട്ട് ഇതാണ്, ബോഡി ഓർ കെനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ബോഡി ഓർ കെനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ടച്ചുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്ന, ടാഞ്ചബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ജോബിൻ്റെ ഭാഗമായിട്ട് നടക്കും. സോൾവിങ് എ പ്രോബ്ലം, പെർഫോമിങ് എ ടാസ്ക്, പ്ലാനിങ് അറ്റൻഡിങ് എ ഫീൽഡ് ട്രിപ്പ്, റോൾ പ്ലേസ്, മൈമിങ്, ബിൽഡിംഗ്, ഗ്രാമർ, ഗെയിംസ്, ഇതെല്ലാം ആക്ടിവിറ്റീസ് കെനസ്തെറ്റിക് ആണ്. നമ്മുടെ ലേണിംഗ് സ്റ്റൈലിൽ 3 തരം ലേണിംഗ് സ്റ്റൈലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് നമ്മൾ പറയുന്നത് വിഷ്വൽ ലേണിംഗ് ആണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വിഷ്വൽ ലേണിങ്ങിൻ്റെ ഇഫക്റ്റ് വളരെ കൂടുതലാണ്. TV കാണുന്നു, മൊബൈൽ കാണുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളുടെ തലമെല്ലാം വിഷ്വൽ ലേണിംഗ് തലമായി പോയി. ഒരുപക്ഷെ നമ്മളൊരു കഥ പറഞ്ഞാൽ അത് കേട്ടിരിക്കാനുള്ളൊരു മനസ്സാന്നിധ്യം അവർക്കില്ല. അവർ വിഷ്വലി അഡിക്റ്റഡായി ഓർ പാറ്റേൺഡായി എന്ന് പറയാം. അഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കടന്നു പോകും, പാറ്റേൺഡായി എന്ന് പറയാം. അപ്പം ഇങ്ങനെ വിഷ്വൽ, അതുപോലെ തന്നെ മറ്റൊരു തലമാണ് കെനസ്തെറ്റിക്. കുട്ടികൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, ചില കുട്ടികൾ കൈ മൂവ് ചെയ്തുകൊണ്ടാണ് അവർ വായിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കെനസ്തെറ്റിക് നേച്ചറാണ്. എഴുതി പഠിക്കണമെന്ന് തോന്നുന്നവർക്ക് കെനസ്തെറ്റിക് നേച്ചറാണ്. ഫീൽ ചെയ്യണം, ഒരു ഫീലിങ്ങിൻ്റെ പാർട്ട് അവിടെ കടന്നു വരും. സോ ഇറ്റ്സ് കോൾഡ് ബോഡിലി കെനസ്തെറ്റിക്. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ കുട്ടികളിലുള്ള രീതി, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ അപ്രോച്ച് എന്താണ്, എങ്ങനെയാണ്. ഞാനൊക്കെ അധികം എഴുതി പഠിക്കുന്ന ആളാണ്. എന്ത് കാര്യവും എഴുതിയില്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ കെനസ്തെറ്റിക് അപ്രോച്ചാണ്. കൈയും പേനയും ബുക്കും അക്ഷരങ്ങളും എല്ലാം തൊട്ട് തലോടി പോകുന്ന ഒരു പാറ്റേൺ. ഒരു ലേണിംഗ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിലി കെനസ്തെറ്റിക് ഇൻ്റലിജൻസ് കൃത്യമായിട്ട് അറിയാം കുട്ടികളുമായിട്ടുള്ള ബന്ധം.
hands-on experiments, activities, changing room arrangements, creative moments, physical education activities, crafts, dramatizing, കോപ്പറേറ്റീവ് ഗ്രൂപ്പ്സ്, ഡാൻസിങ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കെനസ്തെറ്റിക്കാണ്. ഒരു എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാറ്റേൺസ്, ഒരു ചലനവുമായിട്ട്, ഒരു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസ്. അതിന്റെ മെയിനായിട്ടുള്ള കാര്യം അത്ലറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ടീച്ചറായിട്ടാകാം, ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, ഫയർ ഫൈറ്റേഴ്സ്, ആർട്ടിസാൻസ്, പല രീതിയിൽ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അനദർ ഈസ് വിഷ്വൽ ആൻഡ് സ്പാഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണിത്, വിഷ്വൽ ആൻഡ് സ്പാഷ്യൽ ഇന്റലിജൻസ്. ചെവികൾ കൊണ്ട് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ പിക്ചറിലൂടെ മനസ്സിലാക്കും. അതിനൊരു തിയറി പറയുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ മെമ്മറി, ലോങ് ടൈം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പിക്ചേഴ്സാണ്, വിഷ്വലാണ്. വിഷ്വൽ കാണുന്ന പിക്ചറിനെയാണ് നമ്മുടെ മെമ്മറിയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നത്. അതിന് നമുക്കൊരു ഇമോഷൻ കണ്ടന്റും കൂടെ ഉണ്ടെങ്കിൽ, ഒരു റെപ്പിറ്റേഷൻ എബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് അത് സൂക്ഷിച്ചു വയ്ക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. 10 വയസ്സിന് താഴെയുള്ള വളരെ ക്രിയേറ്റീവായിട്ട് ഓർക്കാൻ പറ്റുന്ന ചില ചിന്തകൾ അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും റിപ്പീറ്റഡ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ നല്ലൊരു ഇമോഷണൽ സ്റ്റാറ്റസോ അതിൻ്റെ കൂടെ കാണും. ഒരു സങ്കടത്തിൻ്റെ ആകാം, സന്തോഷത്തിൻ്റെ ആകാം, ഒരു സാധ്യതയും കൂടെ അതിൻ്റെ അകത്ത് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. 10 വയസ്സിന് താഴെയുള്ള എന്തെങ്കിലും മെമ്മറീസ് കൃത്യമായിട്ട് ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 10 വയസ്സിന് താഴെ? 10 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും മെമ്മറീസ്, അത് നല്ലതോ ചീത്തയോ, ഏതെങ്കിലും ഒരെണ്ണം പറയാമോ ആർക്കെങ്കിലും? ഒന്ന് പറയൂ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ടീച്ചർ, ഞാൻ ക്ലാസ്സിൽ മലയാളം പാഠഭാഗം വായിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു, നേരത്തെ ക്ലാസ് പറഞ്ഞു തോന്നുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇന്ന് എന്റെ ഓർമ്മയിൽ മായാതെ കിടക്കുന്ന ടീച്ചർ അന്ന് കവിത ചൊല്ലിയപ്പോൾ ട്യൂണില്ല എന്ന് പറയുകയും പിന്നെ അതിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യും. പിന്നെ കവിതയോട് എനിക്കുള്ള താല്പര്യം തന്നെ വിട്ടുപോവുകയും ചെയ്തൊരു ഒരനുഭവം. ആ അനുഭവത്തിൽ ശ്രദ്ധിച്ചു നോക്കുക, അതിനകത്തൊരു ഇമോഷൻ കണ്ടന്റ് ഉണ്ട്. എനിക്കൊരു ഭയങ്കര വിഷമമായി മാറി. ഏത് 3 വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ ടീച്ചറിൽ നിന്ന് കിട്ടിയത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡാണ്, ഒരു വേഡിങ് ആണ്, ഒരു കമൻ്റാണ്. അത് ഒത്തിരി നമ്മളെ മാനസികമായി തളർത്തി. അങ്ങനെ മാനസികമായി തളർത്തിയ ഇമോഷൻസ് ഉള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ആ ടീച്ചറിന്റെ പടവും എല്ലാം മനസ്സിൽ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവും. കാരണം അതാണ് ആ ഇമോഷൻ കണ്ടത്. അത് അങ്ങനെയുള്ള കാര്യം. അല്ലാത്ത വേറൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ കാണത്തില്ല. ഇതുപോലെ ചില കാര്യങ്ങൾ കാണാം. ഇമോഷൻ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഒത്തിരി ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ള പല സീൻസും. ആരെങ്കിലും നമ്മൾ ഒരാളുടെ പടം ഓർക്കാൻ പറഞ്ഞാൽ, അത് നമുക്ക് ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവരുടെ പടം ഓർക്കാൻ പറഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടമായിരിക്കും അധികവും നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ മദർ തെരേസയുടെ പടം ഓർക്കാൻ പറഞ്ഞാൽ നമ്മൾ നാച്ചുറലി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന, കാരണം ഇമോഷൻ കണ്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എപ്പോഴും ബ്രെയിൻ മെമ്മറിയിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഇവിടെ വിഷ്വൽ ആൻഡ് സ്പാഷ്യൽ എന്ന് പറയുന്ന ഈ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത് വിഷ്വൽ ആക്ടിവിറ്റീസ് ആണ്, വിഷ്വൽ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുമ്പോൾ അതെന്താണ്, അവരെങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് അവരോട് കൂടി ക്ലോസ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് തന്ത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ലേണിംഗ് എബിലിറ്റി എന്ത് മനസ്സിലാക്കാം. ചില കുട്ടികൾ പറയും എനിക്കൊന്നും പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, കാരണം അവരുടെ പഠിപ്പിച്ചിരുന്ന തലത്തിൽ നിന്ന് മാറിയായിരിക്കും പുതിയൊരു ടീച്ചർ പുതിയൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരാറുണ്ട്. കാരണം അവരുടെ പഴയ ടീച്ചർ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തഡോളജി ആയിരിക്കത്തില്ല പുതിയ ടീച്ചർ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവും, അവർക്ക് വേണ്ട രീതിയിൽ ഗ്രാസ്പിംഗ് കിട്ടത്തില്ല. നമുക്കറിയാം, പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കുട്ടി കേൾക്കുന്ന ഇൻഫർമേഷൻ ആണ് ഏറ്റവും വൈറ്റൽ ഇൻഫർമേഷൻ. അത് കിട്ടിയിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ മെമ്മറിയിലേക്ക് അത് കൂടുതൽ ശക്തിയോടെ ഉറപ്പിക്കുന്നത്. അപ്പോൾ ആ കേൾക്കുന്ന ഭാഗം കൃത്യമായിട്ട് പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും അവർക്ക് ഒരു ലേണിംഗ് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗമാണ് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ. അതിൽ എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ഫോം പിക്ചേഴ്സ് ആൻഡ് ട്രാൻസ്ഫോം ദം ഇൻ ടു വിഷ്വൽ ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻസ്. നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ഒക്കെ പറയുമ്പോൾ അഡൽട്ട് ലെവൽ കൂടുക എന്ന് പറയും. അഡൽട്ട് ലെവൽ കൂടുക എന്ന് വെച്ചാൽ ലോജിക്കൽ തിങ്കിങ് വേണം. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലെ ചെസ്സ് കളി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ചെസ്സ്. കാരണം അത്രമാത്രം ലോജിക്കൽ തിങ്കിങ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഒരു കളത്തിലെ ഒരു മാറ്റണമെങ്കിൽ എത്ര പോയിന്റുകൾ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യണമെന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ. അതുപോലെ തന്നെ പസിൽസ് ചെയ്യുക, ക്യൂബ് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകളെല്ലാം
വളരെ ഇഫക്റ്റീവാണ് വിഷ്വൽ ആൻഡ് സ്പെഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി. പ്രധാനമായിട്ട് ഗ്രാഫിംഗ്, ഫോട്ടോഗ്രാഫിംഗ്, മേക്കിംഗ് വിഷ്വൽസ്, മെറ്റഫേഴ്സ്, മേക്കിംഗ് വിഷ്വൽസ്, ഒത്തിരി വിഷ്വലൈസിങ്, സ്കെച്ചിങ്, പാറ്റേണിങ്, പെയിന്റിങ്, ഇങ്ങനെ ഒത്തിരി വിഷ്വൽ പസിൽസ്, മേക്കിംഗ് 3D ഒബ്ജക്ട്സ്, മാപ്പിംഗ് സ്റ്റോറീസ്, ഇതെല്ലാം ഈ പാർട്ടുമായിട്ട് ബന്ധപ്പെടുന്നു വരുന്ന ഭാഗങ്ങളാണ്. സ്റ്റോറി പറയുക, സ്റ്റോറി പറയിപ്പിക്കുക. ഇപ്പൊ പുതിയൊരു സ്റ്റഡി, വളരെ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റഡി കണ്ടിരുന്നു. കുട്ടികൾ നുണ പറയുന്നത്, അങ്ങനെ നുണ പറയുന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്ട് ഡിസോർഡറിലേക്ക് അത് മാറും. അതിൽ പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളാണ്. കാരണം പലപ്പോഴും കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമ്പിളിമാമനെ പിടിച്ചു തരാമെന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭൂതം വരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞ് നുണ പറഞ്ഞ് പഠിപ്പിച്ച് അവസാനം അവര് കൃത്യമായ നുണ പറയുന്ന ആൾക്കാരായി മാറി. മിക്കവാറും കർക്കശക്കാരായ മാതാപിതാക്കളുടെ മക്കൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാറുണ്ട്. ഇങ്ങനെ പുതിയൊരു സ്റ്റഡിയുണ്ട്, കണ്ടക്ട് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കാമെന്ന് പറയുന്നു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു പോയിന്റാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കരിയർ: നാവിഗേറ്റേഴ്സ്, സ്കൾപ്ചേഴ്സ്, വിഷ്വൽ ആർട്ടിസ്റ്റ്, ഇൻവെന്റേഴ്സ്, ആർക്കിടെക്ട്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, മെക്കാനിക്സ്, എഞ്ചിനീയേഴ്സ്. ഇങ്ങനെയുള്ള ഒരു തലത്തിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റലിജൻസിനെ നമുക്ക് തിരിക്കാൻ സാധിക്കും. പിന്നെ ഒരു ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദ റയറസ്റ്റ് ഇന്റലിജൻസ് ദാറ്റ് വി ആർ യൂസിങ്? നമ്മൾ ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുന്ന ഇന്റലിജൻസ് ഏതാണ്? ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രം വളരെ വിചിത്രമായ ഒരു ചിത്രമാണ്. ഈ ചിത്രം നിൽക്കുന്നത് കണ്ടാൽ അറിയാം, ഒരു കല്ല് മുകളിലേക്ക് പൊങ്ങിയിരിക്കുകയാണ്. ആകെ ഒരു കയറ് മാത്രമേ ഉള്ളൂ. ഏതായിരിക്കും ഏറ്റവും റയറസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റലിജൻസ്? 10 തരം ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ഏറ്റവും റയറസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റലിജൻസ് ഇല്ല. ഇറ്റ്സ് കോൾഡ് ഇൻട്രാ പേഴ്സണൽ. എന്ന് വെച്ചാൽ ഞാൻ എന്നെ കുറിച്ച്, നമ്മൾ നമ്മളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥ. പേഴ്സണൽ റെസ്പോൺസ്, ഇൻഡിവിജ്വൽ സ്റ്റഡി, പേഴ്സണൽ ഗോള്, ഇൻഡിവിജ്വൽ പ്രോജക്റ്റ്, വ്യക്തിപരമായി സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ആ തലം. നമ്മൾ നമ്മളെ തന്നെ അറിയാൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ നമ്മളെ അറിഞ്ഞാൽ എത്ര സുന്ദരമായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു തലം ഇറ്റ്സ് കോൾഡ് ഇൻട്രാ പേഴ്സണൽ സെൽഫ് നോളജ്. നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങനെയായിരിക്കണമെന്നും നമ്മൾ എങ്ങനെ ചെയ്യണമെന്നും മറ്റൊരാളുമായിട്ടുള്ള നമ്മളുടെ രീതികൾ എന്താകുമെന്നൊക്കെ നമുക്കൊരു നല്ല ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ സാധിക്കും. തന്നെയുമല്ല, നമ്മൾ ശ്രദ്ധയോടെ ജീവിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളവരും ശ്രദ്ധയോടെ ജീവിക്കാനുള്ള ഒരു ഇനിഷ്യേഷൻ ആകും എന്നുള്ളതാണ്. സോ കോൾഡ് ഇൻട്രാ പേഴ്സണൽ. ഇതൊരു സ്റ്റഡിയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഇൻട്രാ പേഴ്സണൽ. അനദർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സംസാരത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്, പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻസ്. എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ സാധിക്കും മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ. അത് വെർബലോ നോൺ വെർബലോ ആകാം. കേവലം 7% വെർബൽ. അതേസമയം 93% നോൺ വെർബലാണ്. എക്സ്പ്രഷനും ലാംഗ്വേജും ഗസ്റ്ററും പോസ്റ്ററും എല്ലാം അതിന് കാരണമാകും. അപ്പം എത്രമാത്രം ശ്രദ്ധയോടുകൂടി, ഒരു പക്ഷേ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്താൽ മതി എത്ര ശ്രദ്ധയോടുകൂടിയാണ് നമ്മളിലുള്ള ട്രാൻസ്ഫറുകൾ നടക്കുന്നത്. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസ്ഫറുകൾ എത്ര ഇഫക്റ്റീവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും ഈ ഇന്റലിജൻസിനെ നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, തിരിച്ചറിയാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് ഇന്റർപേഴ്സണൽ. അതിന് പല ആക്ടിവിറ്റീസും പറയുന്നുണ്ട്. ക്ലാസ് റൂം പാർട്ടീസ്, പിയർ എഡിറ്റിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, എപ്പോഴും ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ് വർക്കുകൾ, അതുപോലെ സ്റ്റഡി ഗ്രൂപ്പുകൾ, ഡിസ്കഷൻ ഗ്രൂപ്പ്, സോഷ്യൽ അവയർനെസ്, ഇങ്ങനെയുള്ള തലങ്ങളിലൂടെ ഇത് കടത്തിവിടാൻ പറ്റും. പിന്നെ പറയുന്നത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. ഇതിന് നമ്മൾ ലോജിക്കൽ അവയർനെസ് നമുക്ക് വേണമെങ്കിൽ പറയാം. പസിൽസ് അല്ലെങ്കിൽ പാറ്റേൺ മേക്കിംഗ്, ഗെയിംസ്, മാപ്പിംഗ്, ഫ്ലോ ചാർട്ട്സ്, ബിൽഡിംഗ് ബ്ലോക്സ്, അങ്ങനെ പല രീതിയിൽ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു പാറ്റേൺ ഇതാണ്. അഡൽട്ട് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ, സ്വയബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം. ഇങ്ങനെ ഇല്ലാത്തവർക്ക് തീർച്ചയായും ഇപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നതാണ് ഇങ്ങനെ ചെസ് പോലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കൂടാൻ സാധിക്കും. അതിന് പല രീതിയിലുണ്ട്. ഡ്രാമറ്റൈസിങ്, ഡിക്ലയറിങ്, സ്റ്റോറി ടെല്ലിംഗ്, സ്പീക്കിംഗ്, ഡിബേറ്റിംഗ്, ലിസണിങ്, റിസർച്ചിങ്, ഇങ്ങനെ പല ഏരിയകളിൽ കൂടെ ഇത് വെർബലാണ്. ഇതിന്റെ തലം എന്ന് പറയുന്നത് സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ,
പ്രോഗ്രാമേഴ്സ്, റിസർച്ചേഴ്സ്, അക്കൗണ്ടന്റ്, മാത്തമാറ്റീഷ്യൻ ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് നമുക്ക് മാറ്റം വരും. ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്, ലാസ്റ്റ് അല്ല എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഏരിയ ഇതാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. പേഴ്സണൽ എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ്, വെർബലായിട്ട്, ഓറലായിട്ടോ റിട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് രീതിയിലുമോ കൃത്യമായിട്ടും എങ്ങനെയൊക്കെ നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആക്ടിവിറ്റീസ്? സ്റ്റോറി ടെല്ലിംഗ്, റൈറ്റിംഗ് എ ഷോർട്ട് പോയം, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഗ്യാപ്പ് ഫില്ലിംഗ്, കണ്ടക്ടിങ് ഇന്റർവ്യൂസ്, വേർഡ് ഗെയിംസ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാം. നമ്മുടെ കുട്ടികളുടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു ക്വാളിറ്റി ടൈമിൻ്റെ ഒരു റിസർവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈസി ആയിട്ട് നടക്കാം. പ്രധാനമായിട്ടുള്ള അതിൻ്റെ കരിയർ ഗ്രാഫ് എന്ന് പറയുന്നത് പോയിറ്റ്സ്, ജേർണലിസ്റ്റ്, റൈറ്റേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, പൊളിറ്റീഷ്യൻസ്, ട്രാൻസ്ലേറ്റേഴ്സ്, ഇങ്ങനെയുള്ള തലങ്ങളാണ്. ഇനി ലാസ്റ്റ് തലം എന്ന് പറയുന്നത് പെഡഗോഗിക്കൽ ഇൻ്റലിജൻസ്, ടീച്ചിങ് ഇൻ്റലിജൻസ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കാണുന്ന ഒരു രീതിയാണിത്. അതിന് ഒത്തിരി മെത്തേഡുകൾ നമ്മൾ അവലംബിക്കാറുണ്ട്. പെഡഗോഗി ആൻഡ് ആൻഡ്രോഗോഗി എന്ന് പറയുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് പറയാറുണ്ട്. ഇത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ്, ഓഫൺ ഡിസ്ക്രൈബ് ആസ് എ ആക്ട് ഓഫ് ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ തലത്തിലാകാം. പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടുന്ന സമയത്ത് കൃത്യമായിട്ടും ടീച്ചിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ മെമ്മറി ഏരിയ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏരിയാസ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കാനും അതുപോലെ തന്നെ ലേൺ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണിത്. 5 മേജർ അപ്രോച്ചസ് ആർ: ഒന്ന് കൺസ്ട്രക്റ്റീവ്, കൊളാബറേറ്റീവ്, ഇൻ്റഗ്രേറ്റീവ്, റിഫ്ലക്റ്റീവ് ആൻഡ് എൻക്വയറി ബേസ്ഡ് ലേണിംഗ്. 2C, 2I ആൻഡ് 1R. ഇങ്ങനെ ഒരു പാറ്റേൺ അപ്രോച്ചിലൂടെയാണ് ഈ പെഡഗോഗിക്കൽ ഇൻ്റലിജൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഇൻ്റലിജൻസ് ഏരിയാസ്. നമ്മൾ 10 ഇൻ്റലിജൻസ് ഏരിയാസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ 10 ഇൻ്റലിജൻസ് ഏരിയാസിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം കൊടുത്തുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് മാറാൻ പറ്റുമെന്നാണ് ഈ സിസ്റ്റം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റുകൾ നമ്മൾ നടത്താറില്ല. നമ്മളുടെ കുട്ടികളെ ഇപ്പോൾ നമ്മളിങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒത്തിരിയും കോഴ്സുകൾ കണ്ടെത്താറുണ്ട്. അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ നമ്മൾ കൊണ്ട് ചേർക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ പോയിട്ട് തിരിച്ച് മറ്റൊരു കോഴ്സുകളിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും സാറ് പറഞ്ഞതുപോലെ, ജെയിംസ് സാർ പറഞ്ഞതുപോലെ, നമ്മളുടെ ആഗ്രഹങ്ങളുടെ ഒരു എക്സ്റ്റൻഷനായിട്ടൊക്കെ നമ്മൾ കുട്ടികളെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു നിലവാരം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ ഇൻ്റലിജൻസിൻ്റെ ഇപ്പോൾ കുട്ടികൾക്ക് സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലി. നമുക്കറിയാം, ഫിംഗർ പ്രിന്റിലൂടെയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിലൂടെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. DMIT എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഫിംഗർ പ്രിന്റിലൂടെയാണ് തിരിച്ചറിയുന്നത്. ഫിംഗർ പ്രിന്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ടിൻസിന് പോലും ഐഡന്റിക്കൽ അല്ല ഫിംഗർ പ്രിന്റ്സ്. ഇവിടെ നിയോകോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ ആദ്യത്തെ ഘടകം, ആദ്യത്തെ ടിഷ്യൂ ഡെവലപ്പ് ചെയ്യും. ബ്രെയിൻ ടിഷ്യൂ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫിംഗർ പ്രിന്റ്സ്. അത്രമാത്രം യുണീക്കാണ്. അങ്ങനെ ഒരു സിസ്റ്റത്തെ കൃത്യമായിട്ട് തിരിച്ച് അതിനെ സ്കാൻ ചെയ്ത് അതിന് ചില സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി നമ്മളിലുള്ള പാറ്റേൺ, ഒരുപക്ഷെ 2 or 3 തരത്തിലുള്ള പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഇൻ്റലിജൻസിലൂടെ ഉള്ള ഒരു സ്റ്റഡി. സ്പോർട്സ് താല്പര്യമുള്ള പലപ്പോഴും നമ്മൾ കുട്ടികൾ പറയാറുണ്ട്, കളിക്കുന്നതാണ് ഇഷ്ടം, ഫുട്ബോൾ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ സമയമാകുമ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ്. പക്ഷെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇൻ്റലിജൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്കിത് വളരെ ഈസിയാണ്. എനിക്ക് തോന്നുന്നത് 2000 മുതൽ 8000 രൂപ വരെയുള്ള പലതരം ടെസ്റ്റുകളുണ്ട്. 11 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സാധാരണ ഇത് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ 10 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12 കഴിയുമ്പോൾ ഏത് ഫീൽഡിലേക്ക് കുട്ടികളെ തിരിച്ചു വിടണമെന്ന്, അത് മെഡിക്കലാണോ എഞ്ചിനീയറിംഗ്, ഈ രണ്ട് തലങ്ങളെ ഇപ്പോൾ ഉള്ളൂ പ്രധാനമായിട്ടും. അങ്ങനെ അല്ലാത്ത തലങ്ങളിലൂടെ കടത്തി വിടണമെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ചില ലെവലുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഓപ്പൺ ഫോറത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കും സംസാരിക്കാം.
നമ്മൾക്ക് നമ്മളുടെ അവസ്ഥ ഒരുപക്ഷെ പ്രായമായി കഴിഞ്ഞിട്ട് ജോലി തേടിക്കഴിഞ്ഞിട്ട് ഈ ജോലിയിൽ ബോറിംഗ് ആണെന്ന് തോന്നുന്നവർക്കും ഇങ്ങനെയുള്ള ഇന്റലിജൻസ് ടെസ്റ്റിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ആവശ്യമുള്ള പാറ്റേൺ. ഇപ്പൊ ഒത്തിരി പേര് ട്രെയിനിങ്, പ്രത്യേകിച്ച് കൊറോണ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനിങ് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളാണ്. പക്ഷെ ട്രെയിനിങ്ങിൽ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടോ എന്നറിയാനും നമുക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോൺഫിഡൻസോട് കൂടി നമുക്ക് ആ മേഖലയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇതൊരു പ്രത്യേകതയുള്ള ഒരു മെത്തേഡാണ്. പലപ്പോഴും നമ്മൾ വേറൊരു കാര്യത്തിൽ ചിന്തിക്കാറുണ്ട്. നമ്മൾ കുട്ടികളെ വിവാഹം കഴിച്ച് അയക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഒരു പ്രീ മാട്രിമോണിയൽ ഒരു കോഴ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അതിനു വേണ്ടി ഒരിക്കലും മെനക്കെടാറില്ല. പക്ഷെ അതിനുശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒത്തിരി പൈസ കൊടുത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ഈവൻ ഒരു ഡൈവേഴ്സിന് പോലും പലപ്പോഴും ഒത്തിരി പൈസ മുടക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് കൃത്യമായിട്ട് എന്താണ് അവരറിയേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആ ഒരു തത്വമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തലമുണ്ട്, ഇത് നമ്മൾ പൊതുവെ തിരിച്ചറിയാൻ പറ്റാതെ ഒരുപക്ഷെ ഞാൻ പോലും വളരെ ലേറ്റായിട്ട് തിരിച്ചറിയുന്ന ഒരു തലമാണ്. അപ്പം ഇങ്ങനെ ഒരു തലത്തിലൂടെ കടന്നു പോയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു. പ്ലീസ് നിങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഡോക്ടർ സാബു സാർ പറയും. ഓക്കെ, എൻ്റെ ഡൗട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ കമൻ്റ് എന്ന് പറയട്ടെ. ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനർ, ടൈം മാനേജ്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 7 o'clock അത് അത് ഏകദേശം കൺക്ലൂഡ് ചെയ്യാൻ പറ്റി നിങ്ങളുടെ സെഷൻ. കേൾക്കുന്നുണ്ടോ എൻ്റെ പറയുന്നത്? കേൾക്കാം സാർ. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഗുഡ്. ആ പാർട്ട് കൊള്ളാം. തുടക്കം ആദ്യത്തെ 1-2 മിനിറ്റ് എനിക്ക് കൺഫ്യൂഷനായി, കാരണം ജാർഗൻസ് വെച്ച് തുടങ്ങുന്നതായിരിക്കുന്നുള്ളത്. പക്ഷേ പിന്നെ സിസ്റ്റമാറ്റിക്, വെരി ഗുഡ്. പക്ഷേ എൻ്റെ ഡൗട്ട്, ഞാനൊരു ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ, ഞാൻ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലക്ക് ലോജിക്കൽ ആയിരിക്കണമല്ലോ അപ്പോൾ ആ ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു തരത്തിൽ ടോട്ടൽ ഇല്ലോജിക്കലായിട്ട് തോന്നിയത് ആ ഫിംഗർ പ്രിൻറ്റ്സ് ആൻഡ് ഇതുമായിട്ടുള്ള ലിങ്കിങ്, ഇവരുടെ ഇൻ്റലിജൻസുമായിട്ടുള്ള ലിങ്കിങ് ഒരു തരത്തിലും എനിക്ക് അതിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാർ സയന്റിഫിക് അല്ല എന്നാണ് അത് പറയുന്നത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതും. അത് സയന്റിഫിക് സ്റ്റഡി അല്ല, പക്ഷെ അതിൽ കൂടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിനുശേഷമുള്ള കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു അനുഭവമാണ് അതിൻ്റെ മുമ്പിലുള്ളത്. അത് സാർ പറഞ്ഞത് കറക്റ്റാണ്. എങ്ങനെയാണ് ഫിംഗർ പ്രിന്റുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സയന്റിഫിക് ആണെന്നും അല്ലെന്നും അവകാശപ്പെടുന്ന ഒത്തിരി കമന്റ്സുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? കേട്ടില്ലല്ലോ. മാക്സിമം ഏജ് സാധാരണ പറയുന്നത് 11 മുതൽ 17 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാം. 11 വയസ്സിന് മുകളിൽ അതായിരിക്കും നല്ലത്. നമ്മൾ സാധാരണ ചെയ്യുന്ന 10ാം ക്ലാസ് വരുമ്പോൾ, 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് ഉണ്ടല്ലോ കുട്ടികൾക്ക്. ഏതാണ് ഇപ്പൊ നമുക്ക് ഡോക്ടർ എഞ്ചിനീയർ ആകണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അതിന് അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഒറ്റ ഭാഗം ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ 10ാം ക്ലാസ്സിന് മുമ്പ് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി. DMITയിലെ ക്ലാസ്സുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ ഒരു അവയർനെസ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ട് എന്ന് തോന്നിയാൽ, പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് തോന്നിയാൽ ഇതൊരു മാർഗമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായത് കേട്ടില്ലല്ലോ. പിന്നെ തീർച്ചയായും പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലിയിൽ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പാറ്റേൺ കണ്ടുപിടിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാമെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. എവിടെയാണ് ഈ ടെസ്റ്റ്, ശരിക്കുള്ള ടെസ്റ്റ് നടത്തുന്നത് എവിടെയാണ്? ടെസ്റ്റുകൾ നടത്തുന്ന ഒത്തിരിയും സ്ഥലങ്ങളുണ്ട്, ഒത്തിരിയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം. അവിടെയൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കോഴിക്കോട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ
കാരണം നമ്മൾക്ക് നമ്മളുടെ കഴിവുകളെ എവിടെയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയാതെ പോകുന്നത്. ഫോക്കസ്ഡ് അല്ലാതെ പോകുന്നു. പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നു, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഈവൻ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന, നമുക്കറിയാം ഐ ടി ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസുമുള്ള ഒരു ജോലിയാണ്. പക്ഷെ അവിടെ ആയിരിക്കത്തില്ല നമ്മുടെ ഇൻട്രസ്റ്റ് കിടക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അതിൽ നിന്നൊരു മാറ്റം വരും. കാരണം നമ്മൾ ജോലിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ശമ്പളം ജീവിക്കാനുള്ള തുക വേണം. അപ്പൊ അതുകൊണ്ട് നമുക്കത് പാറ്റേൺ ആകുന്നില്ല എന്ന് തോന്നിയാൽ നമുക്ക് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഗുഡ് ഈവനിങ് സാർ. സാറിന്റെ സെഷൻ നന്നായിരുന്നു. എനിക്കുള്ള ഒരു സംശയം സാർ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ഇത്തരം ടോക്ക് പറഞ്ഞോ മാഡം. ഹലോ, പറഞ്ഞു കേൾക്കാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനുള്ള ഒരു അവയർനെസ് കിട്ടുന്നതും ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഒത്തിരി വളരെ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ, ഒത്തിരി കുട്ടികളുണ്ട് ഇപ്പോഴും. പിന്നെ ഏത് ഫീൽഡ്, ഏത് ബ്രാഞ്ച്, ഏത് ലെവലിൽ പോകണമെന്ന് അറിയാത്ത പല കുട്ടികളിലേക്ക് എങ്ങനെ നമുക്കിത് എത്തിക്കാൻ പറ്റും? മീൻസ് അതിനെ എങ്ങനെ ഒരു സാമൂഹ്യപരമായി നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലോ താഴെക്കടയിലുള്ള ഒരു ഫാമിലിയിലോ ഒന്നും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല. അയ്യോ, എന്റെ മോൻ അറിയാതെ എഞ്ചിനീയറിംഗ് എടുത്തു, എന്റെ മോൻ അറിയാതെ അതെടുത്തു. പക്ഷെ എഞ്ചിനീയറിംഗ് കയറിയ ശേഷമാണ് അതിനെപ്പറ്റി എന്റെ ഫീൽഡ് അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെ ആ താഴെക്കടയിലേക്ക് എങ്ങനെ ഇത് എത്തിക്കാൻ പറ്റും സാർ? അതിന് നമ്മൾ ഇങ്ങനത്തെ ഒരുപക്ഷെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇത് രണ്ടാമത്തെയാണ്. ഞാനിത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനൊത്തിരിയും കോസ്റ്റ്ലി ഒന്നുമല്ല. പക്ഷെ നമുക്ക് വൺസ് നമ്മുടെ കുട്ടികൾ പോകുന്ന വഴി ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ള മെക്കാനിസത്തിൽ കൂടിയാണ് ഇത് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ പൊതുവെ അതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പേരൻസ് ആണ് നമ്മൾ ഇപ്പോഴും. നമുക്കൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ വളർന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലാണ്. പക്ഷെ ഇന്ന് കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. കോമ്പറ്റീഷൻ നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ നമ്മൾ കറക്റ്റ് അല്ല പോകുന്നത്. പണനഷ്ടമുണ്ട്, അത് തന്നെയല്ല നമ്മുടെ സമയനഷ്ടമുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നദീര പറയുന്നുണ്ട് ഫിംഗർ പ്രിന്റ് MIT ടെസ്റ്റ് കോഴിക്കോടുണ്ടെന്ന്. അവിടുത്തെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ റസിയയ്ക്കും പ്രയോജനകരമായിരിക്കും. ഈ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ സർ? അല്ലല്ല, പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഒത്തിരി ടെസ്റ്റുകളുണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയറിനെ ബേസ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ക്വസ്റ്റ്യൻ ആൻസറിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ആക്യുറസി കുറവാണ്. അതിനേക്കാളും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള മറ്റു തല ടെസ്റ്റുകളുണ്ട്. 12ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് ഇതൊരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. അവർക്ക് പ്രൊഫഷണൽ ഏതെടുക്കാനെന്ന് അറിയില്ല, കൺഫ്യൂഷനാണ്. പലപ്പോഴും നമ്മളങ്ങ് തീരുമാനിക്കുക ഇന്നങ്ങ് എടുത്ത് പഠിച്ചാൽ മതി എന്ന്. അതൊക്കെയാണ് പ്രോബ്ലം വരുന്നത്. അതെ. അപ്പൊ അവർക്ക് ഇപ്പൊ ചെറിയ രീതിയിലെങ്കിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് പറ്റും സാർ, ഒരു സാധാരണ ഒരു പാരന്റിന്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മെത്തേഡ് ഇതാണ്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു പേരന്റിങ് മിസ്റ്റേക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള കഴിവ് എന്താണെന്ന് നമുക്ക് പരിമിതികളില്ലാതെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഒരു പരിധി വരെ. അവരോട് ചോദിക്കുകയും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇപ്പം ഒരു ഡോക്ടറൊക്കെയാണ് അധികം നമ്മൾ ചെയ്യുന്നത് എന്താ, പൈലറ്റ് ആകാശത്തുകൂടെ വിമാനം പോകുമ്പോൾ പൈലറ്റ് ആകണമെന്ന് പറയുന്ന ഒരു പ്രായമുണ്ട്. അതിനുശേഷം സ്വല്പം കൂടെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അധ്യാപകരാണോന്ന് പറയും, ചിലപ്പോൾ ഡോക്ടർ ആകണമെന്ന് പറയും. ഇതൊക്കെ ഒരു സാധാരണ നിലയിൽ തോന്നുന്ന ചിന്തകളാണ്. പക്ഷെ ഇതിനെ ക്രിയേറ്റീവായിട്ട് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ ഏത് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കമ്പ്യൂട്ടർ സയൻസ് അല്ലാതെ മറ്റൊരു എഞ്ചിനീയറിംഗ് ആർക്കും വേണ്ട. കമ്പ്യൂട്ടർ സയൻസ് എടുത്തില്ലെങ്കിൽ മോശമാണ്, കമ്പ്യൂട്ടർ അല്ലേ ഫീൽഡ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഏത് ബ്രാഞ്ച് എടുത്താലും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനും അതിലെത്താനും ഒക്കെ ഉള്ള ട്രെയിനിങ്ങോട് കൂടിയാണ് അവർ നമ്മളെ പോസ്റ്റ് ചെയ്യുന്നത്. നേരിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കയറി വരുന്ന ഒരാളും ആ ഒരു തലത്തിലേക്ക് എത്തുന്നില്ല. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവർക്ക് ആവശ്യമുള്ളവരെ ട്രെയിനിങ്, അവർ ആദ്യത്തെ ട്രെയിനിങ്ങിൽ തന്നെ ഈ കുട്ടിക്ക് എത്രമാത്രം IQ ഉണ്ടെന്നും എത്രമാത്രം ലോജിക് സെൻസ് ഉണ്ടെന്നും എത്രമാത്രം ഇമോഷണൽ പവർ എന്നും അവർ ആ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കും. എന്നിട്ട് അവർ ലോജിക്കൽ പവർ ഉണ്ട്, ലോജിക്കൽ തിങ്കിങ് ഉണ്ട് എന്ന് തോന്നുന്നവരെ മാത്രമേ കോഡിംഗ് പോലുള്ള ഭാഗത്തേക്ക് വിടുള്ളൂ. ബാക്കിയുള്ളവരെ വളരെ കുറച്ച് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങളിലൂടെ കടത്തിവിടും.
എന്നുവെച്ചാൽ ഐക്യൂവിനനുസരിച്ച് തന്നെ കൃത്യമായിട്ട് അവർ കോഡ് ചെയ്ത് ചിലവരെ ടെസ്റ്റിങ്ങിലേക്ക് വിടും. ടെസ്റ്റിങ്ങിന് ഒത്തിരി ഐക്യൂവിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഏരിയയിലേക്ക് വിടും, അല്ലെങ്കിൽ കോഡിങ്ങിലേക്ക് പോകുന്ന ഒരുമാതിരി നല്ല എക്സ്പീരിയൻസ്ഡ് ആണെന്നും അവരുടെ മൈൻഡ് പവർ നല്ല ശക്തിയുള്ളതാണെന്നും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു. സാധാരണ IIT എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നപ്പോൾ പെൺകുട്ടികളെ അവർ സെലക്ട് ചെയ്യാറില്ല പൊതുവെ, എത്ര ബ്രില്യൻ്റ്. കാരണം ഒരു പരിധി കൂടുതൽ സ്ട്രെസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരതിനെ ബാൻ ചെയ്ത് കളയും. അവർ വേണ്ടെന്ന് പറയും, നിരുത്സാഹപ്പെടുത്തും. എന്നിട്ടും ആഗ്രഹമുള്ളവരെ എടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള തലങ്ങൾ അത് ശരിക്കും എഞ്ചിനീയറിംഗിനാണോ മെഡിസിൻ ആണോ പോകുന്നത് എന്ന് പോലും തിരിച്ചറിയാതെ 2 സബ്ജക്റ്റിനും വിട്ട് കുട്ടികളെ ഓവർലോഡ് ചെയ്ത് ഒരു പരുവമാക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് പേരൻസ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇതിൽ ഏതിനാണ് ഇവർക്ക് ആപ്പിറ്റൈറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമുക്ക് ഉപയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും ലോജിക്കലായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സർ, ഗുഡ് ഈവനിങ് സർ. ഞാൻ ലൈല, ഒരു മോണ്ടിസോറി ടീച്ചറാണ്. അപ്പോൾ സാർ ലാസ്റ്റ് പറഞ്ഞ പെഡഗോജിക്കൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ സാർ, ആദ്യമൊക്കെ പറഞ്ഞതിനൊക്കെ ഓരോ ഏരിയാസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ളത് പറഞ്ഞോ? ഞാൻ കേട്ടതായിട്ടാണ്. ഇത് ടീച്ചിങ് സ്കില്ലാണ്. ടീച്ചേഴ്സിന് വേണ്ടി, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ ഇന്റലിജൻസിന്റെ തലത്തിൽ കൂടെ പോകാം എന്നുള്ള ഒരു സ്റ്റഡിയാണത്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഇന്റലിജൻസ് ആണത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് താനും. അതുകൊണ്ടാണത് ലേണിംഗ് റെവല്യൂഷൻ. ലേണിംഗ് അല്ല, ടീച്ചിങ് ആണ്. ലേണിംഗ് അല്ല, ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയ അറിയാലോ. ദിസ് ഓൺലി വൺ ഏരിയ, ടീച്ചിങ് മാത്രം. അപ്പൊ ടീച്ചിങ്ങിൽ ഏതൊക്കെ തലങ്ങൾ ഉപയോഗിക്കാം നമുക്കറിയാം. ഇപ്പം NLP എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. വിഷ്വൽ, കെനസ്തെറ്റിക് ആൻഡ് ഓഡിറ്ററി. ഈ 3 തലത്തിലാണ് കുട്ടികളുടെ ലേണിംഗ് സ്കിൽ വരുന്നത്. ഇതിനെ ഡെവലപ്പ് ചെയ്യാവുന്ന രീതി എന്ന് വെച്ചാൽ ഇത് ന്യൂറോ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി നിലനിൽക്കുള്ളൂ. കാരണം അത്രമാത്രം ഇത് അഡ്വാൻസ് ചെയ്തു. ഓരോ സ്റ്റേജിലും ന്യൂറോ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചുള്ള സൈക്കോളജിക്കൽ തിയറി പോലും അല്ലെങ്കിൽ അല്ലാത്ത തിയറികളൊന്നും നിലനിൽക്കത്തില്ല. കാരണം ഇപ്പൊ ആന്റണി സാർ ചോദിച്ച പോലെ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇത് സയന്റിഫിക് ആണെന്ന്? അപ്പം ന്യൂറോ സയൻസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ ഇന്നൊരു സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മൾ ഈ സിസ്റ്റം ആ ഒരു തലത്തിലാണ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഉള്ള ഒരു തലം എക്സ്പീരിയൻഷ്യൽ തലമാണ്. ചിലപ്പോഴൊക്കെ എക്സ്പീരിയൻഷ്യൽ തലത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമുക്കറിയാം, അനുഭവങ്ങൾ ഒരു വലിയ ഗുരുവാണ് നമ്മുടെ. അപ്പൊ ഇത് ടീച്ചിങ് ലെവലാണ്. ടീച്ചിങ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഓക്കെ സർ, താങ്ക് യു. ഓർഗനൈസർ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഡൗട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2 ഡൗട്ടുണ്ട്. ഒന്നുള്ളത് ഈ സിഗ്നേച്ചർ കേപ്പബിലിറ്റി, സിഗ്നേച്ചർ കോമ്പിറ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇൻഹറന്റ് ആയിട്ടുള്ള കോമ്പിറ്റൻസിനാണെന്ന് പറയുന്നുണ്ട്. സിഗ്നേച്ചർ കോമ്പിറ്റൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് കുറെ കൂടി മറ്റേ ഫിംഗർ പ്രിന്റുമായിട്ട് ഇതിനേക്കാൾ കുറെ കൂടി ഇതായിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു പോയിന്റ്, ആൻഡ്രഗോജിയെ കുറിച്ച് ഒന്നും കൂടി കൂടുതൽ പറഞ്ഞാൽ കൊള്ളാം. പെഡഗോജിക്ക് ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ആൻഡ്രഗോജിയും കൂടി ഉണ്ടല്ലോ. ആൻഡ്രഗോജിയെ കുറിച്ച് ഒരു സ്റ്റഡി, അത് മുതിർന്നവരിലുള്ള ലേണിംഗ് സ്റ്റൈലാണിത്. പക്ഷെ അതിന്റെ ബേസ് എപ്പോഴും കുട്ടികളുടെ ലേണിംഗ്. അപ്പൊ അതിനെക്കുറിച്ചാണ് സ്റ്റഡി വന്നിരിക്കുന്നത്. മറ്റതിനെ കുറിച്ചൊരു പാറ്റേൺ മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ സ്റ്റഡിയും നമ്മളുടെ സ്റ്റഡിയും പ്രായമുള്ളവരുടെ സ്റ്റഡിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം പെഡഗോഗിക്കൽ സ്റ്റൈലിനെ കുറിച്ചാണ് ഇപ്പം ഒരു ഇന്റലിജൻസ് വന്നത്. മറ്റേത് വരും എന്ന് വിചാരിക്കാം തീർച്ചയായും. അതുപോലെ സാറ് ഫിംഗർ പ്രിന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാം സാറ്. നമ്മുടെ സിഗ്നേച്ചർ നമ്മളിട്ട് മാറിപ്പോകും. ഞാൻ സിഗ്നേച്ചർ ഇതിനെ കുറിച്ചല്ല പറയുന്നത്. അതല്ല, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. നമ്മൾ കൈ കൊണ്ടൊരു സിഗ്നേച്ചർ ഇട്ടാൽ മാറിപ്പോകും. പക്ഷെ അതിന് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന തമ്പ് ഇംപ്രഷൻ തന്നെയാണ്. അതിന് അത്ര ഓതന്റിസിറ്റി ഉണ്ട് അതില്. അല്ല, ഓതന്റിസിറ്റിയും ഇന്റലിജൻസുമായിട്ട് അതിന് യെസ്, അതാണ് ചോദ്യം. അവിടെയാണ് അതിന്റെ പ്രോബ്ലം. അത് ഞാൻ അംഗീകരിച്ചു. അതിനെ കണക്ട് കിട്ടാൻ, പക്ഷെ അതിനൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന്റെ പാർട്ട് ഉണ്ട് അതിന്. കാരണം അത് എക്സ്പീരിയൻസ്, കാരണം നമ്മൾ പ്രായമുള്ള ഒരാള് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്ലോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. അതേസമയം വേറൊരു കാര്യം രസമായിട്ടുള്ള, ചിലവരുടെ ചെവി മൂക്കും നീളമുണ്ടെങ്കിൽ അതിനുള്ള അത് പക്ഷേ അനുഭവത്തിൽ എനിക്ക് അത് കുറെ കൂടി ആയിട്ടുണ്ട്. ചെവിയുടെ മൂക്കിന്റെ നീളവും ഇന്റലിജൻസുമായിട്ടുള്ള കണക്ഷനും അത് ഫിംഗർ പ്രിന്റിനേക്കാൾ നല്ല കുറെ കൂടി ലോജിക്കലായിരിക്കും എനിക്ക് വിചാരിക്കുന്നത്. അത് കറക്റ്റാ സാർ. കാരണം ദൈവം ഉണ്ടാക്കിയത് ഒന്നും മോശമല്ലല്ലോ. ദൈവം എല്ലാത്തിനും കണക്കോട് കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. അല്ല, അതിന്റെ അല്ല, ദൈവത്തിന്റെ അല്ല പറഞ്ഞ. ദൈവം ചെവിയുടെ
മൂക്കിന്റെ നീളം അനുസരിച്ച് ഇന്റലിജൻസ് കൂടും എന്നുള്ളതും അതൊക്കെ അങ്ങനെ ഒരു ഉണ്ടോ? അങ്ങനെ ഒരു ലോജിക് ഉണ്ടോ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതൊരു എക്സ്പീരിയൻഷ്യൽ തലമാണത്. അത് ശരിയാകാം, തെറ്റാന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പം എന്താ പറയുക, വാസ്തുവിനെ കുറിച്ചൊക്കെ നമ്മൾ പല തലത്തിൽ പറയും. പക്ഷെ അതൊക്കെ എക്സ്പീരിയൻഷ്യലി ചെയ്യുമ്പം അതിനകത്തൊക്കെ ശരിയുണ്ടെന്ന് നമുക്ക് തോന്നാവുന്ന തലങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ആരൊരു ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. കോഴിക്കോട് സൈഡിൽ MIT ചെയ്യുന്ന ഒരാളെ, ഡോക്ടർ മനോജ് കാലിക്കറ്റ്. നദീരയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങളല്ല, നിങ്ങൾ ഷെയർ ആകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഷെയറിംഗ് ആണ് വേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഓതന്റിക് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുഡ്, എക്സലന്റ് സെഷൻ ആണ്. താങ്ക് യു സർ. നമ്മൾ ഇതൊക്കെ പഠിക്കുവാണ്, ഇങ്ങനെ പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിച്ച്. സാർ, എൻ്റെ ഒരു നെയ്ബർ മോളുണ്ട്. ആ കുട്ടി 7 വയസ്സുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാനേ ഇഷ്ടമല്ല. പാരന്റ്സ് പറയുന്നത് അവർക്ക് അതിനൊരു ബോക്ക് പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബേസിക് ക്വാളിഫിക്കേഷൻ എങ്കിലും വേണമല്ലോ വേറെ എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് ഡൈവേർട്ട് ആകാൻ. അപ്പോ ഈ കുട്ടിക്കും ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, പാരന്റ്സിന് കൊണ്ട് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും, നമ്മൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ സാർ. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇപ്പൊ കുട്ടിയുടെ കേസ് പറഞ്ഞത്, സത്യത്തിൽ അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാവും. എന്തുകൊണ്ടാണ് കുഞ്ഞ് പഠിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തെ നമ്മൾ ശരിക്കും പേരൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ പേരൻസ് പറയാണ് കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതൊരു അവസാനത്തെ അടവാണ്, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ആദ്യമേ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയല്ല, ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി, ഒരു 4 കുട്ടികളെ എന്റെ നെയ്ബർഹുഡിലുണ്ട്. അപ്പോ ഞാൻ ഈ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ മക്കൾ എപ്പോഴും ഞാൻ നടക്കാൻ പോകുമ്പോൾ എന്നോട് സംസാരിക്കാറ്. പാരന്റ്സ് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് സർ. പക്ഷെ അവര് പറയുന്നത് ഇപ്പോ അവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്താ കമ്പൽസറി പ്രഷർ കൊടുക്കാൻ പറ്റില്ലല്ലോ, ആ കുട്ടി വെറുതെ ഇങ്ങനെ വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പാരന്റ്സ് അത്ര സീരിയസ് അല്ല. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ കാണുമ്പോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എങ്ങനെ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം സാർ, ഈ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ഏത് രീതിയിൽ പറഞ്ഞു കൊടുക്കാം? അത് സാധാരണ ഒരു സ്കൂളൊക്കെ മാറി അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ മാറുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പേരൻസിന് ഒരു മോട്ടീവ് ഇല്ലെങ്കിൽ, പേരൻസിന്റെ താല്പര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു താല്പര്യമാണ്. നമ്മളത് അടിച്ചേൽപ്പിക്കുകയല്ല. ഒരു കൗൺസിലറെ കാണാൻ പറയാൻ പറ്റുമോ? തീർച്ചയായും നല്ലതാണ്. ഇങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അവർക്ക് അവയർനെസ് കൊടുക്കാമല്ലോ. കൊടുക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം കുട്ടികളുടെ പാറ്റേൺ ആദ്യമേ അങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറി വരാൻ പാടാം, വലിയ ബുദ്ധിമുട്ടാകും. കാരണം അവര് തന്ത്രങ്ങൾ പഠിക്കും, പേരൻസിനെ എങ്ങനെയാണ് ഒതുക്കേണ്ടത് എന്നുള്ളതിന്റെ രീതിയിലുള്ള പല തന്ത്രങ്ങൾ അവർ പഠിക്കും. പിന്നെ അവര് അതിങ്ങനെ ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കും. ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകും. ശരിക്കും പറയുന്ന ആ ടെസ്റ്റിന്റെ പേര് എന്താണ് സാർ? ശരിക്കും DMIT. ഡെർമറ്റോഗ്ലൈഫിക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്, മൾട്ടി ഇന്റലിജൻസ് ടെസ്റ്റ്. DMIT ഞാൻ ഇട്ട്. DMIT എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റിലടിച്ചാൽ ഇഷ്ടംപോലെ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇന്റർനാഷണലും നാഷണലും തരത്തിലുള്ള ഒത്തിരി ആളുകൾ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു നമ്പർ ഉണ്ട്, കാലിക്കറ്റുള്ള. ഇത് എവിടെയാ സ്ഥലം? തിരുവനന്തപുരം അല്ലേ മാം? മാം ഇതിനകത്തൊരു നമ്പർ ഇട്ടിട്ടുണ്ട്, 93883306 എന്ന നമ്പർ ഇട്ടിട്ടുണ്ട്. ഈ നമ്പറിൽ നിന്ന് ചുമ്മാ വിളിച്ചു ചോദിക്കാൻ പറ. തിരുവനന്തപുരത്തല്ലേ, അപ്പോൾ പേടിക്കാനൊന്നും ഇല്ലല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് ഒരിക്കലും ചെല്ലത്തില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ബേസ് ടെസ്റ്റ് നടത്താം, എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ അവർക്കൊരു അവയർനെസ് കൊടുക്കുക. നമ്പർ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയും.
ഞാൻ അവരോട് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സാറിനെ വിളിക്കാമോ സർ? പിന്നെന്താ വിളിച്ചു പോകാനിപ്പോ എന്താ? അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. എങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയകളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിനകത്ത് ശരിക്കും ചെയ്യുന്നത് ന്യൂമറിക്കൽ, വെർബൽ, റീസണിങ്, ഡയഗ്രമാറ്റിക്, ലോജിക്കൽ. നമ്മളൊരു MBAക്ക് ക്യാറ്റിന്റെ ഒക്കെ എക്സാമിനേഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാങ്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ നടക്കുന്ന ടെസ്റ്റ് റീസണിങ്, ലോജിക്കൽ റീസണിങ് അതുപോലുള്ള എക്സസൈസുകൾ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ 12ാം ക്ലാസ് ഒക്കെ വന്ന് കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മലയാള മനോരമ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇതുപോലത്തെ ടെസ്റ്റാണ് ചെയ്യുന്നത്. 500 രൂപ 1000 രൂപ കൊടുത്ത് അവർ ആ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, എന്നിട്ട് അവർ ആ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തരുമ്പോൾ ഈ കുട്ടി ഇന്ന രീതിയിൽ പഠിക്കുന്നതാണ് നല്ലത്, ഇന്ന രീതിയാണ് ഇതിന് പാറ്റേൺ എന്നവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഏകദേശമൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇച്ചിരും കൂടെ സയന്റിഫിക് അല്ലെങ്കിൽ സയന്റിഫിക് എന്നല്ല, ശരിക്കും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനിലൂടെയാണ് പോകുന്നത്. പറഞ്ഞോളൂ. ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ മകൻ ഇപ്പം 10ാം ക്ലാസ് ബോർഡ് എഴുതുകയാണ്. അപ്പൊ 11 തൊട്ട് ഏത് സ്ട്രീം എടുക്കണമെന്നുള്ളത് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം അപ്പോഴേക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ വന്നു. കാരണം എൻ്റെ മകനാണെങ്കിൽ ഏകദേശം ഒരു 2ാം ക്ലാസ് തൊട്ട് അവനിങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണോ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണോ എന്നുള്ള ഒരു കാരണം എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഹസ്ബൻഡ് ആ ഫീൽഡിലാണ്. ഇനി അതുകൊണ്ടാണോന്ന് അറിയില്ല. എഞ്ചിനീയറിംഗ് ആണോ മെക്കാനിക്കൽ ആണോ? പിന്നെ അത് നാച്ചുറലായിട്ട് സംഭവിക്കാം. അത് തീർച്ചയായിട്ടും സംഭവിക്കാവുന്നതാണ്. അപ്പൊ അതാണെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് കുറച്ചുകൂടെ വലുതാവുമ്പോഴും അവൻ ആ ഇൻട്രസ്റ്റും അതും എല്ലാം ആയിട്ട് വന്നു. പക്ഷെ ഇവൻ പഠിത്തത്തില് ആദ്യം തൊട്ടേ കൊച്ചുനാളിട്ട് പഠിക്കുമ്പോൾ പറയും, എനിക്ക് സ്കൂൾ ആരാ വാങ്ങിത്തന്നത്, എനിക്ക് ഈ ബുക്ക് ആരാ വാങ്ങിച്ചത് എന്നൊക്കെ പറയും. ഭയങ്കര അവേർഷനായിരുന്നു പഠിത്തത്തിനോട്. അപ്പൊ ഈ പരീക്ഷയും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. ഇവ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ, ഇതിനെങ്ങനെ ഉത്തരം പറയുന്നത്, ഇതൊക്കെ അപ്പൊ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെന്നൊക്കെ ഒരു സംശയം തോന്നുമായിരുന്നു. കുഴപ്പമില്ലാതെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ വരെ എത്തി. അപ്പോഴത്തേക്ക് ഈ എഴുതി പഠിക്കാനൊക്കെ വലിയ വിഷമോ ഓരോന്നൊക്കെ ഇങ്ങനെ മാത്സ് ഒക്കെ ആണെങ്കിലും സ്റ്റെപ്പൊക്കെ വിട്ടിട്ടൊക്കെ ഉള്ള ഒരു ചെയ്യലൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പഠിച്ചാല് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അയാൾക്ക് അതിനോട് പഠിത്തത്തിനോട് പിന്നെ അങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് ആയി. 8ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ നല്ല കാര്യമായിട്ടൊക്കെ തന്നെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ ആള് ഒരു സ്വല്പം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കണക്കൊക്കെ ചെയ്യുമ്പോൾ അറ്റൻഷൻ സ്വല്പം കുറവാണ്. അതും ഇപ്പം ഫുൾ മാർക്ക് കിട്ടത്തില്ല, സ്വല്പം കൊണ്ട് തെറ്റിക്കും അല്ലേ? ഫുൾ മാർക്ക് എത്തത്തില്ല, തെറ്റിക്കും. എങ്കിലും അറിയാവുന്നതും ഒക്കെ കൊണ്ട് തെറ്റിക്കും. മാത്സ് ഒക്കെ ഇഷ്ടമാണോ? മാത്സ് ഒക്കെ പഠിക്കുന്നത് ഇഷ്ടമാണോ? പഠിപ്പിക്കുന്നതൊക്കെ അവന് ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രാവശ്യം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യുന്ന പ്രാണ സങ്കടമാണത്. എത്ര മാർക്ക് കിട്ടും മാത്സിന്? ഒരു ഇപ്പൊ വന്ന് ബിറ്റ്വീൻ 60 and 70 കിട്ടുന്നുള്ളു പെർസെന്റേജ്. ഞങ്ങൾ അത് കാരണം ഞങ്ങൾ ഒരു ഡൗട്ടിലായി. അപ്പൊ ഈ മനോരമയുടെ അതും ചെയ്യിച്ചു നോക്കി. പിന്നെ വേറെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും ചെയ്യിച്ചു. അവര് പറയുന്ന മെക്കാനിക്കൽ ഫീൽഡില് നല്ല ഇതാണെന്നുള്ള ഒരു റിസൾട്ടാണ്. പടം വരയ്ക്കും. പടം എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിട്ട് നല്ല, അയാൾ ഇഷ്ടപ്പെട്ട് വരയ്ക്കുന്നത് നന്നായിട്ട് വരയ്ക്കും. അല്ലാതെ നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ കൊണ്ടുവിട്ടപ്പോ ഭയങ്കര വൃത്തികേടായിട്ടായിരുന്നു ചെയ്യുന്നത്. പോകാൻ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഒരു നേച്ചറാണ്. അപ്പൊ ഇപ്പം സൈക്കോമെട്രിക് ടെസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ഒരിടത്തുനിന്ന് ചെയ്യിച്ചപ്പോഴത്തേക്ക് പിന്നെ അതിലും ഇത് തന്നെയാണ് വന്നത്. പക്ഷെ പിന്നെ അവര് നല്ല റിസൾട്ടാണ്. റീസണിങ്ങും പിന്നെ വേറെ 3-4 കാര്യം അതിലെല്ലാം നല്ല ഇതാണ്. പക്ഷെ എങ്ങനെയാ മാത്സിന്റെ മാർക്ക് എന്നൊക്കെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇങ്ങനെ ഇതാണ്. അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് സ്പീഡ് കുറച്ച് കുറവാണ് എന്നല്ല പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒരു കൺഫ്യൂഷനിലാണ്. അവര് പറയുന്ന ഒരു കുഴപ്പമില്ല പോകാന്ന്, പക്ഷെ ഇവന് ഈ സ്പീഡ് കുറവുള്ളതുകൊണ്ട് മാം നമ്മൾ അങ്ങനെ ഒത്തിരി അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കും. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകാൻ ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല.
പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ IIT-ലും ഈ പറയുന്ന പോലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ കൺസേൺ വേണ്ടത്. ഒരു ന്യായമായ ഒരു കോളേജിൽ, ഈവൻ നമുക്കിപ്പം മാനേജ്മെന്റ് കോട്ടയിൽ വെച്ചെല്ലാം അല്ലെങ്കിൽ NRI കോട്ടയിൽ കിട്ടാം, പല കോട്ട എങ്ങനെ പോയാലും ന്യായമായിട്ട് പഠിക്കുന്ന ഒരു കോളേജിൽ, ന്യായമായിട്ട് പഠിപ്പിക്കുന്ന കോളേജിൽ, റെപ്യൂട്ടഡ് ആയിട്ട് കോളേജിൽ. റെപ്യൂട്ടഡ് കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നാണെന്നറിയാമോ? ഇപ്പോൾ ഉള്ള റെപ്യൂട്ടഡ് കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസ് സെലക്ഷൻ ഉള്ള കോളേജാണ് റെപ്യൂട്ടഡ് കോളേജ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള കൺസെപ്റ്റ് കൂടെ മാറിയിട്ട് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്ന കോളേജ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ മാറി. ജോലി കിട്ടണം, ജോലി കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോലി കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അങ്ങനെ നമ്മൾ കോളേജിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പുതിയ കുട്ടികളൊന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് പോയി പഠിക്കാൻ താല്പര്യപ്പെടത്തില്ല. അവർക്ക് നല്ല കോളേജുകൾ, ക്യാമ്പസ് സെലക്ഷൻ ഉള്ള കോളേജുകൾക്കാണ് പോകുന്നത്. ആ പാറ്റേണൊക്കെ ഒത്തിരി മാറിപ്പോയി. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവന് ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടതിൽ നിന്ന് മാത്സ് 60 to 70 ആവറേജ് ഉണ്ടെങ്കിൽ, ആവറേജ് പറഞ്ഞ് ഉഴപ്പിയിട്ടും അങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഇന്റലിജൻസ് കൊച്ചിനുണ്ട്. തന്നെയല്ല, അവൻ തുടക്കം മുതലേ മെക്കാനിക്കലിലാണ് ഹോൾഡ് ചെയ്യുന്നത്. തുടക്കം മുതലേ മെക്കാനിക്കൽ ഹോൾഡ് ചെയ്യുമ്പോൾ പിന്നെ അതിനെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് സിങ് ചെയ്ത് പോകുമ്പോഴാണ് കുഴപ്പം. അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഇത് ചെയ്യിക്കാനുള്ള വേറൊരു കാര്യം, പെട്ടെന്നൊരു 10ാം ക്ലാസ് ഇപ്പൊ ഇദ്ദേഹം എനിക്ക് റേസർ ആയാൽ മതി, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഡോക്ടർ ആവണം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും, അങ്ങനെ പല പല ഇതിലോട്ട് ഇങ്ങനെ മാറി അവസാനം പിന്നെ പറയാൻ തുടങ്ങി എനിക്ക് എഞ്ചിനീയർ ആവേ വേണ്ട, ഇത് എടുത്താലും എനിക്ക് എഞ്ചിനീയർ ആവണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവസാനം ഈ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ PCM, അതായത് മാത്സ് അങ്ങ് ഓപ്റ്റ് ചെയ്ത്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഭയങ്കര ഇതായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ അവന് ഈ ഇത് കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ എന്നാലും ആ സ്പീഡെല്ലാം അങ്ങനെ തന്നെയാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കണ്ട. ഇപ്പം നമ്മളുടെയൊക്കെ ബ്രെയിനിൽ കൂടെയൊക്കെ തന്നെ അത്രയൊക്കെ തന്നെയല്ലേ വരുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട, അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്സിന് ക്ലാസ്സുകളോ ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ട്യൂഷനൊക്കെ പോകാതിരുന്നാലും പുള്ളി ഡെവലപ്പ് ആയിക്കോളും. ട്യൂഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ഓവർ കെയറിങ് പോലെ വരും. പറ്റുമെങ്കിൽ അങ്ങനെ അല്ലാതെ പോവുക. പിന്നെ മാർക്കിനെ കുറിച്ചോ ഒരു കോളേജ് അഡ്മിഷനെ കുറിച്ചൊന്നും, മെക്കാനിക്കൽ ഇപ്പൊ ആ സ്ട്രീം കറക്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ഒത്തും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ള സാധ്യതകളുണ്ട്. അവൻ പറയുന്നത് പിന്നെ പ്യുവറായിട്ട് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടറിനും അത് കഴിഞ്ഞിട്ട് മകള് കമ്പ്യൂട്ടർ എഞ്ചിനീയർ, അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിക്കാം. അവൻ കമ്പ്യൂട്ടർ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ വേണ്ടെന്നാ പറയുന്നത്. ഈ പ്രോസ്തെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന അതിന്റെ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, പ്രോസ്തെറ്റിക്സ് രോഗികൾക്കൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലിംസും അതും ഇതൊക്കെ ഉണ്ടാക്കുന്ന, അപ്പൊ ആ ഫീൽഡിലോട്ട് പോകാൻ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഫീൽഡുകളെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ ബേസിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡൈവേർഷനാണ്. അപ്പൊ അതിനെക്കുറിച്ച് അതൊന്നും ബോധർ ചെയ്യേണ്ട കാര്യം. അപ്പൊ അത്രയ്ക്ക് നമ്മൾ അത്ര ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അത് പാസ് അങ്ങ് പൊക്കോളും. എന്നാലും ബേസിക് എഞ്ചിനീയറിംഗ് വേണമല്ലോ, അതില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കുഴപ്പമില്ല, അത് പ്രശ്നമൊന്നുമില്ല. അതിന് ഇപ്പൊ ഈ ഇത്രയും ടെസ്റ്റുകളൊക്കെ മതി. അവൻ ആ പാറ്റേൺ അവൻ സ്റ്റെബിളായിട്ട് നിൽക്കുന്നുണ്ട്. സാർ എന്തെങ്കിലും അഭിപ്രായം പറയാം? ആന്റണി സാർ മെക്കാനിക്കൽ അല്ലേ? ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. ഞാൻ കേട്ടിട്ട് കൊച്ചിൻ്റെ അമ്മ ആണ് ശരിക്കും ഈ എഞ്ചിനീയറിംഗിന് പറ്റിയ കോമ്പിറ്റന്റ് പേഴ്സൺ. ഇതിനെപ്പറ്റി ഭയങ്കര സ്റ്റഡിയാണ് നടത്തിയിരിക്കുന്നത്. കൊള്ളാം, വെരി ഗുഡ്. കൊച്ചുങ്ങളെ ശരിക്കും മനസ്സിലാക്കി പഠിച്ചു. അതെ, പ്രോസ്തെറ്റിക്സിന്റെ അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അത് ഞാനല്ല, മകൻ തന്നെയാണ്. ഇപ്പൊ അവർക്ക് ഗൂഗിള് ആണല്ലോ ഏറ്റവും വലിയ ദൈവം. അത് നോക്കി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന. അതിനെക്കുറിച്ച് കൺസേൺ വേണ്ട മാം, അത് പൊക്കോളും. അവനെ പോസിറ്റീവായിട്ടൊന്ന് നർച്ചർ ചെയ്ത് വിട്ടാൽ മതി. മാത്സ് ശ്രദ്ധിച്ചോളാം. എഞ്ചിനീയറിംഗ് പോകുമ്പോൾ മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്സിന്റെ തലം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 5 സെമസ്റ്ററിലും നമുക്ക് ആദ്യത്തെ 3 വർഷവും നമ്മൾ എഞ്ചിനീയറിംഗ് മാത്സ് പഠിക്കാനുണ്ട്. മാത്സ് അറിയണം. ഏത് മെക്കാനിക്കലാണെങ്കിലും മാത്സിലായിരിക്കുന്നില്ല, മാത്സ് എപ്പോഴും ഉണ്ട്. മാത്സ് ഒരു കടമ്പയാണ്. അപ്പം അതുകൊണ്ട് മാത്സിനെ ഒന്ന് ശ്രദ്ധിക്കുക. മാത്സിന് കൂടുതൽ താല്പര്യമുള്ള രീതിയിൽ നല്ല ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഇത് നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് ഇൻട്രസ്റ്റഡ് ആവും. അങ്ങനെയുള്ള പൊതുവെ മാത്സ് ടീച്ചേഴ്സ് എടുക്കുന്നത് ശ്രദ്ധിച്ചു, അവരെല്ലാവരും ഭ്രാന്തന്മാരെ പോലെയാണ്. ഒത്തിരി പേരെ ക്ലാസ് എടുക്കും, ഒത്തിരി കുട്ടികളെ അവർ എടുക്കും, എല്ലാവരും കൂടെ എടുത്ത് അവസാനം അവർക്കും ആകെ ഒരു
ഞാനൊക്കെ ഒത്തിരി ക്ലാസ് എടുത്തിരുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. കാരണം ഇഷ്ടംപോലെ കുട്ടികൾ വരും, ഇഷ്ടംപോലെ പൈസയും കിട്ടും. അപ്പോൾ നമ്മളിത് എടുത്തെടുത്ത് അവസാനം നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഒരു ശാന്തമായ രീതിയിൽ അവനെ ഒന്ന് മാത്സിനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത് എപ്പോഴും അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്, എഞ്ചിനീയറിംഗ് സൈഡ് ആണെങ്കിൽ. ഓക്കെ സർ, താങ്ക് യു. മൊയ്തീൻകുട്ടി സാറേ, കേൾക്കാമോ? ഓക്കെ സാർ, കേൾക്കാം. ഞാൻ സാറിനെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഈ ടോപ്പിക് ഒന്ന് എടുക്കാം. പക്ഷെ ഇത് നമ്മളൊന്നും ഭാവനയിൽ കാണുന്ന തലത്തിലല്ല, വേറൊരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോയി. അപ്പൊ ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് മാറി. നമ്മളിത് ഒരു തിയറി ബേസ്ഡ് അല്ല പോലെ. ഇത് നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും അത് വേണം. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ രീതിയിലേക്ക് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇതൊരു ഒരുപാട് വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കളുടെയൊക്കെ പ്രശ്നമാണിത്, ഇങ്ങനത്തെ ഒരു സംഭവങ്ങള്. അപ്പൊ അവരൊരു ഗൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലൊരു സാറൊരു അവബോധം കൊടുത്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. താങ്ക് യു. ഓക്കെ, എന്നാണ്ട് വിശേഷങ്ങൾ? ശേഷമൊന്നുമില്ല, സുഖമായിരിക്കുന്നു? സുഖാണ്. തിരക്കുണ്ടോ? ക്ലാസ് ഒക്കെ പരീക്ഷയൊക്കെ ആയല്ലോ അല്ലേ? പരീക്ഷയായി, ഇപ്പൊ അരി കൊടുക്കല്, ഒരുപാട് ഇലക്ഷൻ ഡ്യൂട്ടി, ഒരുപാട് തിരക്കില്. അതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രീ കിട്ടിയപ്പോ ഞാൻ ഇത് എവിടെ ലിങ്ക് കണ്ടില്ല, അപ്പൊ എവിടുന്നോ ഒന്ന് കിട്ടിയതാ. അപ്പൊ പഴയ ലിങ്കിലാ കേറിയത്. നമ്മുടെ ഏത് ലിങ്ക്? പഴയ ലിങ്ക് കയറിയാൽ മതി, എല്ലാവരും ലിങ്ക് തന്നെയാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പോഴേ ഞാൻ ടോപ്പിക് എന്താണെന്നൊന്നും അറിയില്ല, അപ്പം കേറിയ സമയം കിട്ടിയപ്പോ നോക്കിയതാ. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? തോമസ് സാർ, അനിത മാം, ജോസ് സാർ, നധീര? ഓക്കെ, എങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹലോ. പറഞ്ഞോ. ഇപ്പം നേരത്തെ 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് മദർ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പൊ ഞാനും ഇപ്പൊ പിന്നെ പേരക്കുട്ടിയുടെ ഗ്രാൻഡ് മദർ തന്നെയാണ്. അപ്പോ ഇപ്പം ഞാനും എന്റെ മകളുടെ വെച്ച് തന്നെ പറയുവാണ്. അവരൊക്കെ പറയുന്നത്, ഇപ്പൊ കുട്ടികളെ, ഞാനൊക്കെ ആയിരുന്ന സമയത്ത് മക്കളെ നമ്മൾ നിർബന്ധമായിട്ടും പഠിപ്പിക്കുമായിരുന്നു. സ്കൂളിന്റെ ഇതനുസരിച്ചിട്ട് പഠിപ്പിച്ച് തന്നെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം മകളും അവളുടെ കുറെ ആൾക്കാരൊക്കെ പറയുന്നത് അവരെ എന്തിനു നിർബന്ധിച്ച് പഠിപ്പിക്കണം. അത് എനിക്കും തോന്നുന്നു ഒരു പരിധിവരെ അത് ശരിയാണ്. ഇപ്പൊ അവരിൽ ആ ഒരു താല്പര്യം വരുത്തിയതിന് ശേഷം അവരുടെ ഇഷ്ടത്തിനും കൂടെ നിന്നിട്ടാവുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ അവർ പോകും. എനിക്കിവിടെ അനുഭവം തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ മകളും അതെ, അവള് അതായത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും മോശക്കാരല്ല. ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഒരുപാട് കഴിവുകളുണ്ട്. ഒരുപാട് നമ്മൾ നിർബന്ധിച്ച് ഇങ്ങനെ ഇരുത്തി അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിനോടൊരു വെറുപ്പാണ് വരിക. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളും അതിനോടൊപ്പം നിന്ന് അവർക്കൊപ്പം, ഇപ്പൊ പിന്നെ മുത്തശ്ശിമാർക്കും ഒക്കെയാണ് കൂടുതൽ കുഞ്ഞുങ്ങളെ പിന്നെ പഠിപ്പിച്ചെടുക്കാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ക്ഷമയോടും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ താല്പര്യം മനസ്സിലാവും. ചിലപ്പോൾ അവർക്ക് ഇപ്പം ചിലപ്പോൾ തന്നെ ഇപ്പൊ എഴുതണ്ട, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ല ഇപ്പൊ എഴുതിയേ ഒക്കുള്ളൂ എന്ന് പറയാതെ നമുക്ക് പറയാം, അത് കഴിഞ്ഞിട്ട് മോൾ എന്താണോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യണം, ഇത് നമുക്ക് ആവശ്യമാണല്ലോ, നമുക്ക് രണ്ടുപേരും കൂടി ഇരിക്കാം. അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ അവരുടെ ആ ഒരു രീതിയിൽ എന്നാ അങ്ങ് ഫ്രീ ആയിട്ട് വിടുവല്ല, ആ ഒരു രീതിയിലാവുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും നമ്മളിപ്പോ ശ്രദ്ധിക്കാനുള്ളത് നല്ല കുട്ടികളായിട്ട് വളർത്തുക എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ അച്ഛനെയും അമ്മയെ സ്നേഹിച്ച് ബഹുമാനിച്ച, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ, ആ വക കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളിൽ മനസ്സിലാക്കി അവരെ നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും പഠിക്കും. വളരെ
അങ്ങനെ ഇപ്പൊ വലിയ മിടുക്കര് അങ്ങനെയൊന്നും ആവണമെന്നൊന്നും ഇപ്പൊ നമ്മൾ ശഠിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നേരത്തെ അതുപോലെ എന്റെ മക്കൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോനൊക്കെ പിന്നെ പഠിക്കുന്ന സമയത്ത് വാസ്തവത്തില് ഞാനൊന്നും അങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവന്റെ ഒരു രീതി അനുസരിച്ചിട്ട് വീട്ടിൽ വായിക്കുന്ന മോനും അതെ മോളും അതെ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്നതൊന്നും കാണാറില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കും നമുക്കൊക്കെ വലിയ ബുദ്ധിയൊന്നുമില്ല, അപ്പൊ എന്തായാലും അവരതിലും മോശമാവില്ല എന്നുള്ള ഒരു വിശ്വാസം, കുഴപ്പമില്ലാതെ നല്ല കുട്ടികളായിട്ട് വരിക, അതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ അവര് പരീക്ഷയൊക്കെ ആവുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പാസ്സായി വന്നു. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റും സെക്കൻഡും അങ്ങനെയൊന്നും നോക്കിയില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അവരുടെ ഇതനുസരിച്ചിട്ട് ഒക്കെ വിട്ടാല് പിന്നെ നമ്മൾ കൂടുതൽ നമ്മളിങ്ങനെ അതിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, അയ്യോ അവര് പഠിക്കുന്നില്ല, അവർ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, നമ്മളില് ഒരു പിന്നെ ഒരു ചിന്ത ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയത് തന്നെ അത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെക്കാളും കൂടുതൽ ടെൻഷൻ നമുക്ക് വേണ്ടത് അല്ലേ? അവരെക്കാളും കൂടുതൽ ടെൻഷൻ നമുക്ക് വേണ്ട. നമ്മളിങ്ങനെ ഇതാവുമ്പോഴത്തേക്ക് കുട്ടികൾ എന്തോ ഒരു ഭയങ്കര ഒരു ഇതായിട്ടാണ് അവർക്കും തോന്നുക എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും കേട്ടപ്പോ ഞാനത് പറഞ്ഞതാണ്. അത് പിന്നെ അതെ, ഇത് എന്റെ ഒരു ഇതാണ്, നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ. അല്ല, അത് ഒരു ആവറേജ് തലത്തിൽ മതി. നമ്മൾ ഒത്തിരി ആങ്ഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളുടെ പാറ്റേൺ എടുക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കൃത്യതയോടെ ഒരു ലെവലിൽ പോകാൻ നമ്മളെപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവർ പഠിക്കുമ്പം നമ്മൾ ടി വി കാണുകയും നമ്മൾ ആസ്വദിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും അത് പ്രായോഗികമല്ല. അപ്പോൾ അതാണ് ഈ ക്വാളിറ്റി ടൈം എന്ന് നമ്മൾ പറയുമ്പം അവരെ ബേസ് ചെയ്തും അവരെ കെയർ ചെയ്തും പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുക. അവർക്കത് തോന്നണം, അവർക്കും അത് ഫീൽ ചെയ്യണം, ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെന്നും അവരോട് കൂടി ചേർന്ന് നിൽക്കാനും ഒക്കെ ഉള്ള ഒരു തലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം വരും. അതുപോലെ സാർ ഇപ്പൊ തന്നെ ഇപ്പം നമ്മുടെയൊക്കെ മക്കളുടെയൊക്കെ കൂടെ പഠിച്ച് ഭയങ്കര മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഈ പഠിത്തത്തിൽ മാത്രമാണ് അവരുടെ പൂർണ്ണ ശ്രദ്ധയും. അതൊരു പ്രോബ്ലമാണ്. അതൊരു വല്ലാത്തൊരിതാണ്. അവരെ ഒരു സമൂഹവുമായിട്ടും സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം അവരെ ബാധിക്കുന്നില്ല, വീട്ടിൽ നടക്കുന്ന ബന്ധുക്കൾ ഒന്നും അവരെ ബാധിക്കുന്നില്ല. അപ്പോ ഞാൻ പലരുടെ എന്റെ കൂട്ടുകാരുടെ ഒക്കെ ഇങ്ങനെ ചിലപ്പോഴ് അവരൊക്കെ പരാതി പറയാറുണ്ട്, പഠിക്കുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയൂ, അവര് പഠിക്കുന്നില്ല എന്നുള്ളതല്ല, അവര് നല്ല കുട്ടികളായിട്ട് വളരുന്നു എന്ന് മാത്രം നിങ്ങൾ തീരുമാനിക്കുക. അവര് നമ്മളെ നേർവഴിക്ക് നടത്തുക, അല്ലാതെ ഇപ്പം പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടുക എന്നല്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് പേരും വളരെ പിന്നെ നമുക്കത് തെളിവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആവറേജ് ആയിട്ട് പഠിച്ചു വന്നവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു, കുടുംബ ജീവിതത്തിലാണെങ്കിലും ഒക്കെ അതെ, അവര് നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ എല്ലാവരും എന്നല്ല, മറ്റേ ഞാൻ പറഞ്ഞു ഭയങ്കര മിടുക്കന്മാർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, കുറച്ചു പേരെങ്കിലും അവരാ പഠിത്തം ആ ഒരു ഇതല്ലാതെ അവർ ആ ഒരു ചുറ്റുപാടും അവർ കാണുന്നില്ല. അതും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ അതാണ് ഇപ്പൊ നമ്മളെ വലിയ പ്രതീക്ഷ വെക്കാതെ അവര് നന്നാവും, വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവര് നന്നായിട്ട് തന്നെ വരും അങ്ങനെ വിചാരിക്കണം. അല്ലാതെ ഒരു ഇന്നതാവും അങ്ങനെ ഒരു ഇത് വെക്കാതെ ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അനുകൂലപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ഇത്, നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആകേണ്ട കാര്യമില്ല. അതെ. പിന്നെ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം ഗ്രാൻഡ് പാരന്റ്സിന് നമുക്ക് നമ്മുടെ അഭിപ്രായം ചിലപ്പോ പറയാനേ പറ്റുള്ളൂ, എപ്പോഴും നമുക്കത് പറയാൻ പറ്റില്ല. അവര് തന്നെയാണ് തീരുമാനം എടുക്കാനുള്ളത്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ചെസ് കളിക്കാൻ അറിയില്ല സർ, അപ്പൊ ഞാനത് ഇനി ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, എന്തോ അന്ന് എനിക്കൊരു താല്പര്യം വന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ മകളോട് പറയാറുണ്ട്, ആ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരൊന്നും ആ ഒരു താല്പര്യം കാണിക്കാറില്ല, മകളും ഒന്നും കാണിക്കാറില്ല. അപ്പൊ ഞാൻ വിചാരിക്കും അവർക്ക് അവരുടെ കുഞ്ഞിനെ കുറിച്ച് അവർക്കുണ്ട് തീരുമാനം. ഇപ്പം നമ്മള് ഇപ്പം ഗ്രാൻഡ് പാരന്റ്സ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ശ്രദ്ധ അത്രയും അവരിലാണ്, മക്കളിലല്ല പേരക്കുട്ടികളിലാണ്. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. അവരിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അവരെ എങ്ങനെയൊക്കെ മിടുക്കരാക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടും കൂടെയാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങൾ അവരെ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും, എല്ലാം നമ്മൾ പ്രകൃതിയോട് ഇപ്പൊ ഒന്നും വേണ്ട, വെറുതെ പുറത്തോട്ട് ഇറങ്ങി കുഞ്ഞുങ്ങളെ കാണിച്ച് ഓരോ ജീവിയെ, ഒരു ബട്ടർഫ്ലൈ ആണെങ്കിൽ അതിനെ കുറിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞു, ഒരു ചെടിയൊക്കെ ആകുമ്പോൾ അവർക്ക് അതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. കുഞ്ഞുങ്ങളെ ഏറ്റവും ഈ 7 വയസ്സൊക്കെയുള്ള കുട്ടികളെ ശരിക്കും അതാണ് വേണ്ടത്. വെളിയിൽ നടന്ന് നമ്മളെല്ലാം പ്രകൃതിയുമായിട്ട് ഇണങ്ങിപ്പോവാനും ഒന്നല്ലേ, ചെരുപ്പിടാതെ നമ്മൾ പുറത്തിറങ്ങത്തില്ലല്ലോ. ചെരുപ്പ് കുട്ടികൾ പഴം വാങ്ങി കഴിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു പഴം എങ്ങനെ വരുന്നു,
ഒരു കൊലയില് എങ്ങനെയാണ് അത് വരുന്നത്? നമ്മൾ വെളിയിൽ ഇറങ്ങി വാഴ കാണിച്ചു കൊടുത്ത് വാഴക്കുഞ്ഞൊക്കെ അങ്ങനെ കാണിക്കുമ്പോൾ തേൻ എടുത്തു കൊടുത്തു ഒക്കെ എന്ന് വെച്ചാല് നമ്മൾ പ്രകൃതിയോട് ഒന്ന് പിന്നെ ഇണങ്ങി വരാൻ പരുവത്തിന് ഒക്കെ കിട്ടുന്ന സൗകര്യം, അല്ലെങ്കിൽ ഒരു ചെടി കാണിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളതും കൂടെ ഈ ഗ്രാൻഡ് പേരൻസ് എന്നുള്ള നിലയിൽ ചെയ്താൽ അതൊക്കെ വളരെ അത് അവരെ സംബന്ധിച്ച് ഭാവിയിൽ അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഇങ്ങനത്തെ വാല്യൂസ് ഇങ്ങനത്തെ മൂല്യങ്ങളൊക്കെ ഗ്രാൻഡ് പാരൻസ് തന്നെ കൊടുക്കണം. പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലി ആയി പോകുമ്പോൾ അതൊക്കെ കുറഞ്ഞു പോകും. അതിൻ്റെതായ കോട്ടങ്ങളുണ്ടല്ലോ ഇപ്പോൾ പൊതുവേ. എന്തായാലും നമുക്ക് മുന്നോട്ട് നല്ലത് ചിന്തിക്കാം. ഹലോ, പറഞ്ഞു സാർ. ജോസ് സാർ. സാറേ, ഞാൻ ഇടയ്ക്ക് ക്ലാസ് അതൊക്കെ മിസ്സായിരുന്നു, ഇടയ്ക്ക് സംസാരിക്കാൻ ഞാൻ. സാറേ, ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു കാര്യം സാറ് പറഞ്ഞില്ലേ? ഈ യഥാർത്ഥത്തിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും, നമ്മുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞതിൽ നിന്നുള്ള അറിവുകൾ വളരെ ലിമിറ്റഡ് അല്ലേ? അപ്പം നമ്മുടെ ആ ഒരു ഇന്റലിജൻസ് വെച്ചിട്ടുള്ള ഒരു, അല്ല നമ്മുടെ സാഹചര്യങ്ങളെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള അറിവുകളേ ഉള്ളൂ അത്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ബിയോണ്ട് നമ്മുടെ കപ്പാസിറ്റി കഴിഞ്ഞിട്ട് വേറെ ഒരിടത്തുനിന്ന് കിട്ടുന്ന ഒരു ഇന്റലിജൻസ് ആണോ അത്? അതോ അങ്ങനെയല്ല സാർ, അത് നമ്മളിപ്പം എക്സിസ്റ്റൻഷ്യൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരിക, നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ലാത്ത ഒരു അവസ്ഥ വരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിശക്തിയാണ്, ഒരു കോൺഫിഡൻസ് ലെവലാണെന്ന് വേണം ചിന്തിച്ചോളൂ. അത് ആ ഇന്റലിജൻസ് ഒരു ഔട്ട്സൈഡ് നമ്മുടെ ബൗണ്ടറിയുടെ ബിയോണ്ടിൽ നിന്നാണോ നമുക്കത് കിട്ടുന്നത്? അല്ലല്ല, അത് നമ്മളത് ആ തലം, അത് തിയറി പറയുമ്പോഴത്തേക്കും ഇപ്പം വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്ന തിയറി എന്ന് പറയുന്നത് അദ്ദേഹം അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ഈ പറയുന്ന തടവിൽ എന്നുവെച്ചാൽ നാസിയുടെ ക്യാമ്പ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു മനുഷ്യൻ, ഒറ്റ വ്യക്തിയായിരിക്കും ഒരു ക്യൂബിക്കിൾ, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളായിരിക്കും കിടക്കുന്നത്. നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ആ പടങ്ങളൊന്നും എടുത്തു നോക്കിയാൽ കാണാം, 10 പേര് 15 പേര് ഒരു ക്യൂബിക്കിളിനകത്ത് ചുമ്മാ നിരന്ന് കിടക്കുക, തല മാത്രം പുറത്തേട്ട് കാണും, നടക്കാനോ നിർത്താനോ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു ക്യൂബിക്കിളിൽ ഒരാൾ മാത്രം. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് ജീവിച്ചു പോകാൻ ഒരു മാർഗമില്ലാത്ത സമയത്തും അദ്ദേഹം കണ്ടെത്തിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിലർ വളരെ ഹാപ്പിയാണ്, മുന്നിൽ മരണമാണ്, പക്ഷെ എന്നിട്ടും ഹാപ്പിയാണ്. അപ്പോൾ പുള്ളി അതിനെക്കുറിച്ചാണ് അനലൈസ് ചെയ്തത്. അതിനെയാണ് പുള്ളി ഈ പേര് കൊടുത്തത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എന്നിട്ട് ഈ മനുഷ്യൻ എങ്ങനെ ഹാപ്പിയായി നിൽക്കും? ഈ പുള്ളിയുടെ കല്യാണം കഴിച്ച ഉടനെയാണ് ഇവർ സെപ്പറേറ്റ് ചെയ്യുന്നത്. വിദേശത്ത് പോകാൻ, അമേരിക്കയിൽ പോകാൻ സാധ്യത കിട്ടിയിട്ടും പുള്ളി അത് മാതാവിനെയും പിതാവിനെയും ഒറ്റയ്ക്കിട്ടിട്ട് ഇങ്ങനത്തെ പ്രശ്നത്തിൽ കൂടെ വരാൻ പറ്റും. ഇവരെല്ലാം ജ്യൂസാണ്. ഇപ്പം ജ്യൂസിനെയാണല്ലോ ഇദ്ദേഹം ഒത്തിരി ഉപദ്രവിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇദ്ദേഹം കണ്ട ഒരു തിയറി എന്ന് വെച്ചാൽ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് അദ്ദേഹം കണ്ട ഒത്തിരി ആളുകളുടെ അനുഭവത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ എക്സിസ്റ്റൻഷ്യൽ, നമുക്കിത് കണ്ടാൽ അത്ര ഡൈജസ്റ്റഡ് അല്ല. അത് നമ്മൾ ഈ ക്രൈസ്റ്റിന്റെ ഒക്കെ കാലത്ത് പീഡനങ്ങൾക്ക് അനുഭവിക്കുന്നവർക്ക് ഇത് തന്നെയാണല്ലോ. അവർക്ക് എങ്ങനെയാ അത് കിട്ടുന്നത്? അത് ക്രൈസ്റ്റിന്റെ ഒരു ബേസിസിലാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് വന്നിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. പക്ഷെ അത് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം നമ്മളിൽ നിന്ന് ബിയോണ്ട് ആയിട്ട് നമ്മളിൽ വന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണെന്നാണ്. ഇല്ല, സർവൈവലിന് വേണ്ടി ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ സന്തോഷിക്കാൻ പറ്റണം അല്ലേ? ആ സമയത്ത് ആ സമയത്ത് അതൊരു പ്രശ്നമല്ല, അതൊരു പോസിറ്റീവ്. അത് നമ്മൾ സ്പിരിച്വലായിട്ട് ചിന്തിക്കുമ്പോഴേ മരിച്ചാലും ജീവിച്ചാലും ഒരുപോലെ എന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ, സാധാരണ അത് തന്നെ. ഇപ്പൊ മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു, അത് ആ ഒരു തലം, ആ തലം. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് എക്സിസ്റ്റൻഷ്യൽ. അത് നമ്മുടെ മുന്നിൽ മരണത്തെ ഒരു പക്ഷേ നമുക്കറിയാം, ഒരു അച്ഛനെ തട്ടിക്കൊണ്ട് പോയില്ലായിരുന്നു, ഓർക്കുന്നില്ല? ഒരു അച്ഛനെ എവിടെയാ, ബെയ്റൂട്ട് സ്ഥലങ്ങളിൽ നിന്ന് ഒരു അച്ഛനെ തട്ടിക്കൊണ്ട്, ഒരു കാത്തലിക് അച്ഛനെ തട്ടിക്കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തില്ല. 1 വർഷത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന, പക്ഷെ പുള്ളി അതൊന്നും എക്സസൈസ് ചെയ്യുന്നില്ല. പുള്ളിക്ക് അത് എക്സസൈസ് ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം മരണത്തെ മുഖാമുഖം കണ്ടിട്ടും മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആശ പുള്ളിക്ക് വേണമെങ്കിൽ പക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലായിരിക്കാം, അതിനുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട്. അങ്ങനെയുള്ളത് അത് വളരെ ചുരുക്കം ആളുകൾക്ക് ഉണ്ടാവും. മരണത്തെ മുഖാമുഖം കണ്ടിട്ടും വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തലം. അതെനിക്ക് തോന്നുന്നു, ഞാൻ ഈ യോഗയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു തലത്തിൽ എത്തുമെന്നു. നമ്മൾ ഈ സ്പിരിച്വലാണ്. ലോഗോതെറാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ സ്പിരിച്വലാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് വെച്ചാൽ ആ ഒരു തരത്തിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. നമ്മൾ പറയില്ലേ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ മാസ്ലോസ് ലോ പറയുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ പറഞ്ഞ തീരുണ്ട്. എന്ന് വെച്ചാൽ ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം പൂർണ്ണമായി സന്തോഷത്തിലെത്തി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ആഗ്രഹിക്കാതെ നമ്മളിങ്ങനെ നാളത്തേക്ക് ജീവിക്കും.
ആ ഒരു തരത്തിലേക്ക് പോകത്തില്ല. അതിന് പകരം ചെയ്യുന്ന ഇതാണ് സ്പിരിച്വൽ. ഇപ്പോൾ ഉള്ളതിനുള്ള കണ്ടെയ്ൻമെന്റ് ആണ്. നമ്മൾ സന്തോഷമാണ്, എനിക്കിത് മതി, മുന്നോട്ടൊന്നും വേണ്ട എന്ന് തോന്നുന്നവരാ. ഇനി തൊട്ട് മുമ്പിൽ സാധാരണ മനുഷ്യന് പറ്റത്തില്ല. അതൊരു ഭയങ്കര എക്സ്പീരിയൻഷ്യൽ തലമാണ്. അത് എക്സ്പീരിയൻസ് അതിന് വേറെ ഒരാളുടെ പേര് വെക്കാനില്ല അവിടെ. ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരാളുടെ വെച്ചാൽ നമ്മളെ എക്സ്പീരിയൻസ് എന്നല്ല. ഇപ്പം ഡിസ്കഷൻ വെക്കാമെങ്കിലും അതിന് നമുക്ക് ജസ്റ്റിഫിക്കേഷൻ വേണം. അത് പറ്റത്തില്ല. അപ്പൊ അതിന് വിക്ടർ ഫ്രാങ്ക്ലിൻ ആണ് ആ തിയറി കൊണ്ടുവന്നത്. അതിനെ ഒരു ഡൗട്ട് ചോദിക്കും. പറഞ്ഞു. അങ്ങനെയുള്ള ഈ ചിലപ്പോൾ ഈ ഇസങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ മാർക്സിസം, കമ്മ്യൂണിസം അങ്ങനെയുള്ള രക്തസാക്ഷികളാകുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന തത്വസംഹിതയിലുള്ള ആ വിശ്വാസം കൊണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് പറ്റും. പക്ഷെ അത് വിശ്വാസം അങ്ങനെ രൂഢമൂലമായിട്ട് കിട്ടുന്നത് അതെ തീവ്രവാദികളാകുന്ന പറ്റുന്നത്. അവിടെ ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ട്. അതിനൊത്തിരി നെഗറ്റിവിറ്റി ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. അവിടെ ആ വിശ്വാസം ഹ്യൂമാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. അവിടെ ഒരു പ്രോബ്ലം ബന്ധപ്പെട്ട് വരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കണ്ടാലേ ഹ്യൂമൈൻ എന്ന് പറഞ്ഞ നേച്ചർ വരണമെങ്കിൽ എല്ലാവരും ഒരുപോലെ കാണണ്ടേ. അവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഹ്യൂമൈൻ ആകത്തില്ല. അപ്പൊ അത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടൊരു തലമാണ്. സാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ജോസ് സാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? സാറേ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കോട്ടയത്ത്. ഞാൻ പറഞ്ഞില്ലേ സാർ, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കോട്ടയത്ത്. ഞാൻ ടൗണിൽ തന്നെ ഉള്ളതെന്ന് പറഞ്ഞില്ലായിരുന്നു? ഓ യെസ്, ഞാൻ പടം കാണുന്നില്ല, അതാ പറ്റിയത്. ശരി. ഇന്ന് പടമില്ല, മറ്റേ പടം കാണുന്ന. അത് ഓക്കെ. ഞാൻ പെട്ടത് ഇടയ്ക്ക് കയറി വന്നപ്പോഴത്തേന് കിട്ടാൻ വിട്ടുള്ളൂ. അതെ, പടം മറ്റേ അത് മനസ്സിലായി. ഓക്കെ, മനസ്സിലായി, എനിക്ക് മനസ്സിലായി. മറ്റേ താഴത്തങ്ങാടി, കുരിശുപള്ളിയിലുള്ള പുത്തനങ്ങാടി. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അടുത്ത ദിവസം നമ്മൾ ഇനാഗ്രാമിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്, അതിന്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ ശരി. Okay, thank you, sir. Okay, thank you.